Hello, my dear students. JEE 2024 January 29th morning shift ഉണ്ട് ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ ആണ്. 29th മോർണിംഗ് ഷിഫ്റ്റ്, ജാനുവരി 29th മോർണിംഗ് ഷിഫ്റ്റ്. എനിക്കറിയാം റിലേറ്റീവ് ടു പാസ്റ്റ് ഇയേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് 2024 JEE ക്വസ്റ്റ്യൻസ് പൊതുവെ ഈസിയാണ് എന്ന് പറഞ്ഞുകൂടെ. കെമിസ്ട്രി കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് പണ്ടേ പറയാറുണ്ട്, കെമിസ്ട്രിയിലാണ് എല്ലാവർക്കും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയാറുണ്ട്. ഇപ്രാവശ്യത്തെ ശരിക്കും അങ്ങോട്ട് എന്താ പറയുക സമ്മതിക്കേണ്ടി വരും അല്ലേ. കെമിസ്ട്രി റിലേറ്റീവ്ലി ഈസി തന്നെയാണ്. മാത്സോ ഫിസിക്സോ കമ്പയർ ചെയ്യുമ്പോൾ കെമിസ്ട്രി തന്നെയാണ് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശരി, നമുക്ക് ഈ ഒരു സെഷൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് മൂവ് ചെയ്യാം. സോ 29th മോർണിംഗ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് റെഡി അല്ലേ? നിങ്ങൾ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് വായിച്ചിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ സൊല്യൂഷൻസിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് JEE വരുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ആംഗിളും ഒന്ന് മനസ്സിലാക്കണം. നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് ശീലിച്ചിട്ട് ഈസി ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഒന്ന് പേടിച്ചോ? ഇല്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഏത് ലെവലൊന്നുമില്ല നമ്മൾ ചെയ്തിരിക്കും. അത് ഈസി ആയാലും ടഫ് ഡിഫിക്കൽട്ട് ലെവലായാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്തിരിക്കും, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ഇപ്രാവശ്യം വന്ന് കുറച്ച് ഈസി തന്നെ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അല്ലെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ കറക്റ്റ് സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് ഫോർ ദ വാലൻസ് ഇലക്ട്രോൺ ഓഫ് റുബീഡിയം ആറ്റം. സ്ട്രക്ചർ ഓഫ് ആറ്റം പാഠം 2+1 സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്വാണ്ടം നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ റുബീഡിയം വിത്ത് ആറ്റമിക് നമ്പർ ഇസ് ഗിവൺ 37. റുബീഡിയം, ആ റുബീഡിയം എലിമെന്റിന്റെ എന്ത് കണ്ടുപിടിക്കണ്ടേ? ഫസ്റ്റ് കറക്റ്റ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് കണ്ടുപിടിക്കണ്ടേ. നോക്കാം. ഈ റുബീഡിയം ആറ്റമിക് നമ്പർ തന്നിട്ടുണ്ട്. നൗ യു ക്യാൻ ട്രൈ ടു റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സിംപിൾ എന്താ വരുന്ന അറിയാം, അറ്റോമിക് നമ്പർ സെറ്റ് ഇസ് ഈക്വൽ ടു 37 ആണ് റുബീഡിയത്തിന്റെ. So what about electronic configuration? ഇവിടെ നമ്മൾ 36 പ്ലസ് 1 എന്ന് പറയും. 36 പ്ലസ് 1, 36 ആരാ? ഇറ്റ് ഇസ് ക്രിപ്റ്റോൺ. ക്രിപ്റ്റോൺ കഴിഞ്ഞ് വരുന്നത് 5s1. ഇത്രയേ ഉള്ളൂ എന്ത് കോൺഫിഗറേഷൻ റുബീഡിയത്തിന്റെ. സോ 5s1 ആണെങ്കിൽ ഈ 5 ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, n is equal to 5. ഓക്കെ, അസ്യൂംഡ് ക്വാണ്ടം നമ്പർ L വാല്യൂ എന്ന് പറഞ്ഞാൽ s അല്ലേ, ഫോർ ഇറ്റ് ഈസ് 0 ആണ്. And magnetic quantum number m is equal to 0 and spin quantum number എന്ത് പറയാം, plus or minus half. So plus half. So 5 0 0 plus half എന്ന് കൊടുക്കാം. So here it is option C, 5 0 0 and plus half. Okay, ഈസി ക്വസ്റ്റൻ ആയിരുന്നു, കോൺഫിഗറേഷന്റെ ബേസിലുള്ള നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. Now second question, KMnO4 decomposes on heating at 513 Kelvin to form O2 along with. ഇവിടെ KMnO4ന്റെ ഡീകമ്പോസിഷൻ ആണ് ക്വസ്റ്റ്യൻ. നമ്മുടെ D&F +2 D&Fല് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രോപ്പർട്ടീസ് പഠിപ്പിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. KMnO4 ഓൺ ഹീറ്റിംഗ് ഡീകമ്പോസസ്, തെർമൽ ഡീകമ്പോസിഷൻ ആണ്, തെർമലി ഡീകമ്പോസ്ഡ് ടു ഗെറ്റ് എന്തൊക്കെയാ ഉണ്ടാവുക, K2MnO4 പൊട്ടാസ്യം മാംഗനേറ്റ്, പൊട്ടാസ്യം മാംഗനേറ്റ് പ്ലസ് MnO2 പൈറോളുസൈറ്റ് ആൻഡ് O2 ഗ്യാസ്. സോ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ഹീറ്റിംഗിന്റെ ആക്ഷൻ എന്താണ്? ഓൺ ഹീറ്റിംഗ് ഇറ്റ് ഡീകമ്പോസസ് ആൻഡ് പ്രൊഡ്യൂസസ് K2MnO4, MnO2 ആൻഡ് O2. ഇവിടെ നമ്മൾ ചോദിച്ചത് ടു ഫോം O2 along with എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓക്സിജൻ ഈസ് ഓൾറെഡി ദെയർ. ബാക്കി രണ്ടാളെ ചോദിച്ചിട്ട് K2MnO4 ആൻഡ് MnO2. ഓപ്ഷൻ K2MnO4 and MnO2 ഓപ്ഷൻ A is the answer. ശരിയല്ലേ? അപ്പോൾ ഇതുപോലെ ശ്രദ്ധിക്കുക, പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ആക്ഷന്റെ ഹീറ്റിന്റെ ആക്ഷൻ എന്താ? അപ്പോൾ ആൻസർ ഇവിടെ കഴിഞ്ഞു. നമ്മൾ അതിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയ അവസരത്തിൽ കേട്ടോ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 ഹീറ്റ് ചെയ്താലോ, ഇതേപോലെ പൊട്ടാസ്യം ക്രോമേറ്റ് K2CrO4 പ്ലസ് Cr2O3 ആൻഡ് O2, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഹീറ്റ് ചെയ്തല്ലേ. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അമോണിയം ഡൈക്രോമേറ്റ് ഹീറ്റ് ചെയ്താലോ, അമോണിയം NH4 twice Cr2O7 ഹീറ്റ് ചെയ്താലോ. ഇത് ക്ലാസ്സിൽ പലപ്പോഴും പറയാറുണ്ട്. ഈ ഫസ്റ്റ് രണ്ട് റിയാക്ഷൻസ് ഡി ബ്ലോക്കിലുണ്ട്. ഈ തേർഡ് വൺ ഞാൻ പറയാൻ പോകുന്ന ഡി ബ്ലോക്കിലില്ല, പകരം നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കിയ പി ബ്ലോക്കില്ലേ, അതിൽ നൈട്രോജന്റെ പ്രിപ്പറേഷൻ ആയിട്ട് പറയുന്നുണ്ട്. പ്രൊഡക്റ്റ് ഇവിടെ N2Cr2O3 ആൻഡ് H2O. ഇവിടെ എന്താ പ്രശ്നം പറ്റുമെന്നറിയാം, നമ്മൾ അറിയാണ്ട് എന്ത് ചെയ്യും, ഇവിടെ O2 ഈടെ O2 അല്ലേ, അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് പറയും, അമോണിയം ഡൈക്രോമേറ്റിന്റെ കേസ് നമ്മൾ എന്ത് പറയാൻ സാധ്യത ഉണ്ട്, അറിയാണ്ട് O2 പറയാൻ സാധ്യത ഉണ്ട്. ശ്രദ്ധിക്കുക, അമോണിയം ഡൈക്രോമേറ്റ് ഹീറ്റ് ചെയ്തതിൽ N2 ഗ്യാസ് ആണ് ഫോം ചെയ്യുക.
കാണുമ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റും അമോണിയം ഡൈക്രോമേറ്റും ലുക്ക് ലൈക്ക് സെയിം, രണ്ടും ഡൈക്രോമേറ്റ് അല്ലേ എന്നൊക്കെ നമ്മൾ പറയും. ശ്രദ്ധിക്കുക, ഇവിടെ ഏത് ഗ്യാസ് ഉണ്ടാവും? N2 ഗ്യാസ്. എനിവേ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചത് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ഡീകമ്പോസിഷൻ ആണ്, വിച്ച് പ്രൊഡ്യൂസസ് പൊട്ടാസ്യം മാംഗനേറ്റ്, MnO2 ആൻഡ് O2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മേജർ പ്രൊഡക്റ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ് ഓർഗാനിക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ റിയാക്റ്റീവ് പാർട്ട് റിയാക്റ്റന്റ് HBr ആണ്. HBr ആണ് റിയാക്റ്റന്റ് ഇവിടെ അല്ലേ? ഓക്കെ, HBr ആണ് റിയാക്റ്റന്റ്, ഹൈഡ്രജൻ ബ്രോമൈഡ്. ഇവിടെ റിയാക്റ്റന്റിൽ OCH2CH3 കാണാം, മീൻസ് ഈതർ പാർട്ട് ഉണ്ട് ഇവിടെ. ഇവിടെ ഏത് പാർട്ടാണ് ഉള്ളത്? ഈതർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അൺസാച്ചുറേഷനും കാണാം, ഡബിൾ ബോണ്ട് അൺസാച്ചുറേഷനും ഉണ്ട്. ഇവിടെ എക്സസ് HBr ആഡ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ചെയ്യുന്നുണ്ട്, എക്സസ് HBr. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമുക്ക് ഈതറിന്റെ സെഷൻ നോക്കാം. ROR ഓർക്കുന്നുണ്ടോ? ഈതറിലേക്ക് HXന്റെ അഡീഷൻ, ശരിയല്ലേ? അപ്പൊ ഇതിൽ ഒരു OC ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അത് ആൽക്കഹോളും അതുപോലെ തന്നെ ആൽക്കഹോൾ ഫോം ചെയ്യും, ROH ആൻഡ് RX ആൽക്കൈൽ ഹാലൈഡ്. ഇതാണ് പ്രൊഡക്റ്റ് വരിക. ഈതർ പ്ലസ് HX ചെയ്യുന്ന സമയത്ത് ഈതർ ലിങ്ക് ബ്രേക്ക് ചെയ്യുന്നു, ആൽക്കഹോൾ ആൻഡ് ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യും. പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ ഏത് RO ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുള്ളതാണ്. ഇത് ബെൻസീൻ റിങ്ങിലെ ഓക്സിജനുമായിട്ടുള്ള ബോണ്ട് ബ്രേക്ക് ആവില്ല നമുക്കറിയാം ഈതറിന്റെ റിയാക്ഷനിൽ. കാരണം ഓക്സിജന്റെ ലോൺ പെയർ എന്തായിരിക്കും? അത് ഈ റിങ്ങുമായിട്ട് റെസണൻസിലായിരിക്കും. സോ ഇറ്റ് ഇസ് എക്സ്ട്രാ സ്ട്രോങ്ലി ഹോൾഡ് ആയിരിക്കും. അതുകൊണ്ട് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. പകരം ഇവിടെയാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ഈ ആൽക്കൈൽ പാർട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ O ബിക്കം OH ആയിട്ട് മാറും, അത് ഫീനോളിക് ആയിട്ട് മാറും. ആ സെഷൻ എന്തിട്ട് മാറും? ഫീനോളിക്. വായ്? അത് ഓക്സിജനുമായിട്ട് റെസണൻസ് ഉള്ളത് കൊണ്ട് ആ ബോണ്ട് എക്സ്ട്രാ സ്ട്രോങ് ആണ്. അത് സിമ്പിളായിട്ട് ക്ലീവ് ചെയ്യാൻ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആർ പാർട്ട് ലീവ് ചെയ്തിട്ട് ആർ എന്തായിട്ട് മാറും? RBr ആയിട്ട് മാറും. സോ ഓക്കെ, അപ്പോൾ ഫീനോളിക് OH അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫീനോളിക് OH ഉള്ള സെഷൻ ഈ രണ്ട് ഓപ്ഷൻസ് അതിലുണ്ട്. ഓപ്ഷൻ എയും അല്ല ബിയും അല്ല, നമുക്കിനി ബാക്കിയുള്ളത് C ആൻഡ് D ആണ്. ഇനി അൺസാച്ചുറേഷനിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? അവിടെ HBr ആഡ് ചെയ്യണം, HBr ആഡ് ചെയ്യണം അല്ലേ? അഡീഷൻ ഓഫ് HBr ആണ്. സിംപ്ലി ഫോളോ മാർക്കോണിക്കോഫ് റൂൾ ഫോളോ ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൻസർ ആയിട്ട് ഇതിലേക്ക് H+ ഇവിടെ ആഡ് ചെയ്യുക ആൻഡ് Br ഇപ്പോൾ ആഡ് ചെയ്യുക. കാരണം കാർബോ കാറ്റോൺ എന്ത് വരും? സ്റ്റെബിലൈസേഷൻ, എക്സ്ട്രാ സ്റ്റെബിലൈസേഷൻ വരൂല്ലേ? സോ ഇവിടെ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് CH3 ഇവിടെ വരും, പ്ലസ് ചാർജ് ഇവിടെ വരിക, സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സോ ഇതിൽ ആര് വരും? ബ്രോമിൻ വരും. അങ്ങനെ വന്നാൽ ആൻസർ ഓപ്ഷൻ D കൊടുക്കാം. അപ്പോൾ രണ്ട് ടൈപ്പ് റിയാക്ഷൻ നടന്നിട്ടുണ്ട്. ഒന്ന് ഈതർ ലിങ്ക് ബ്രേക്കിംഗ് ആണ്, രണ്ട് അൺസാച്ചുറേഷനിലേക്കുള്ള ഹൈഡ്രജൻ ഹാലൈഡിന്റെ മാർക്കോണിക്കോഫ് അഡീഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ ആണോ? സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ D ഇൻ ദിസ് കേസ്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Chlorine undergoes disproportionation in alkaline medium as shown below. ക്ലോറിന്റെ ആൽക്കലൈൻ മീഡിയത്തിൽ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്, റിഡോക്സ് റിയാക്ഷൻ ആണ് ചാപ്റ്റർ. ചില ആളുകൾ വിചാരിക്കും ഇത് P ബ്ലോക്ക് എന്നല്ലേ, P ബ്ലോക്ക് ഡിലീറ്റ് അല്ലെന്ന് ചോദിക്കും. ഇവിടെ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻസ് എന്ന കേസിന് എക്സാമ്പിൾ ആയിട്ട് റിഡോക്സിൽ കുറെ റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ക്ലോറിന്റെ ഡിസ്പ്രൊപ്പോർഷനേഷൻ, ബ്രോമിന്റെ ഡിസ്പ്രൊപ്പോർഷനേഷൻ, അതുപോലെ അയോഡിൻ ഡിസ്പ്രൊപ്പോർഷനേഷൻ നടക്കും. അതുപോലെ H2O2 ഡിസ്പ്രൊപ്പ് ഉണ്ട്, MnO4 ഡിസ്പ്രൊപ്പ് ചെയ്യും അല്ലേ? അത് ഡിയാൻഡഫിലാണ് ഉള്ളത്. ഇപ്പോൾ ഡിസ്പ്രോപ്പിന്റെ റിയാക്ഷൻസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് പല പല ഭാഗത്ത്. അതെല്ലാം കളക്ട് ചെയ്ത് ഒന്നും കൂടെ റീകോൾ ചെയ്യുക എല്ലാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡിയാൻഡഫ് ബ്ലോക്കിൽ എവിടെ കാണാം? MnO4 മാംഗനേറ്റ് ആനിയോൺ ഡിസ്പ്രൊപ്പോർഷനേറ്റഡ് ഇൻ ന്യൂട്രൽ മീഡിയം ഓർ സ്ലൈറ്റ്ലി അസിഡിക് മീഡിയം ടു ഗിവ് MnO4 ആൻഡ് MnO2. അതൊരു ഡിസ്പ്രോപ്പാണ്. വേറെ പറഞ്ഞ H2O2 എല്ലാവർക്കും അറിയുന്ന കേസാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ളത്. മറ്റൊരു കേസാണ് നോൺ മെറ്റൽ ലൈക്ക് ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, സൾഫർ, ഫോസ്ഫറസ് അല്ലേ? ഫോസ്ഫറസ്, അയോഡിന്, സൾഫർ, ക്ലോറിന്, ബ്രോമിൻ, ഓൾ ദീസ് ക്യാൻ അണ്ടർഗോ ഡിസ്പ്രൊപ്പോർഷനേഷൻ ഇൻ ബേസിക് മീഡിയം. ആ ബേസിക് മീഡിയത്തിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് പ്രോഡക്റ്റ് ചെറിയ വേരിയേഷൻ ആവാം, ബട്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഏത് തന്നെയാണ്? റിഡോക്സിൽ ഡിസ്പ്രോപ്പ് തന്നെ ആയിരിക്കും. സോ ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, സൾഫർ, ഫോസ്ഫറസ് ലൈക്ക് നോൺ മെറ്റൽസ് ഇൻ ബേസിക് മീഡിയം ക്യാൻ അണ്ടർഗോ ഡിസ്പ്രൊപ്പോർഷനേഷൻ.
പക്ഷെ അത് ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. ഈ കേസിൽ ക്ലോറിൻ്റെ ഡിസ്പ്രോപ്പർഡ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ എ ബി സി ഡി ഇക്വേറ്റ് ചെയ്യാനാണ്. ഇവിടെ എ ബി സി ഡി 4 കോഎഫിഷ്യന്റ് ചോദിച്ചുള്ളൂ. ഇവിടെ 5 കോഎഫിഷ്യന്റ് ഇവിടെ തന്നിട്ടുണ്ട് റിയാക്ഷനിൽ, എ ബി സി ഡി ഇ. നമ്മൾ നോർമലി ചെയ്യാറുള്ള എന്താ അറിയോ, സാധാരണ ബാലൻസിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ചെയ്യാവുന്ന ഒരു ട്രിക്കാണ് എന്ത്, കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിവിടെ എ ബി സി ഡി 4 ഡാറ്റ തന്നിട്ടുള്ളൂ, ഇയുടെ ഡാറ്റ തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെയോ ഓക്സിജൻ്റെയോ നമ്പർ ഇക്വേറ്റ് ചെയ്യാൻ കഴിയില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആകെ ചെയ്യുമ്പോഴത്തെ ആരാ മാത്രമേ, ക്ലോറിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലോറിന് റിയാക്ടറിന്റെ സൈഡിൽ 2A ഉണ്ടാവുക, 2A ക്ലോറിന്. പ്രൊഡക്റ്റ് സൈഡിലാണെങ്കിലോ ഇവിടെ സി, പ്രൊഡക്റ്റ് സൈഡിലാകുമ്പോൾ ഇവിടെ ഒരു സി ഉണ്ട്, സി, പിന്നെ ആൻഡ് ഡി, സി പ്ലസ് ഡി. പ്രൊഡക്റ്റ് സൈഡിൽ ആകെ വരുന്ന ക്ലോറിന് CCl-ന്റെ ഒരു സിയും ഇവിടെ ഒരു ഡിയും ഉണ്ടാവും. അങ്ങനെ എന്താ ബാലൻസ് ചെയ്ത് രണ്ട് ഭാഗത്തും നമ്പർ ഈക്വൽ ആവണം എന്നാ പറയാ. സോ ഹിയർ 2A = C + D എന്നുള്ളതാണ്. അപ്പൊ അത് മാച്ച് ആവണ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് വേ. അതിൽ ചിലപ്പോൾ ലെക്കാണ്, ചിലപ്പോൾ എന്താവും മാച്ച് ആയിട്ട് ഒരു ആൻസറേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒന്നിലധികം വരും. അങ്ങനെ വന്ന് നമ്മൾ പഴയ പോലെ ബാലൻസ് ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു ടെക്നിക്കൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഈ അൺനോൺ ആയതുകൊണ്ട് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും നമ്പർ ഇക്വേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി ഈ റിലേഷൻ എന്താ പറയുക ഒബേ ചെയ്യുന്നത് ആരൊക്കെ നോക്ക്, 2A = C + D, 2A അപ്പോൾ 2I, C + D, അപ്പോൾ ഓപ്ഷൻ എ പറ്റും. ദെൻ 2A 2 × 2 4, 1 + 3 4, അതും പറ്റും അല്ലേ, ഇതും പറ്റും. ഇനിയോ അടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മീൻസ് എന്താണ്, ഒന്നിലധികം ഓപ്ഷൻസ് ആ ഒരു റിലേഷൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടെക്നിക്കോടെ വർക്ക് ആവില്ല എന്നർത്ഥം. പൊതുവേ നമ്മൾ ചെയ്യുന്നൊരു ടെൻഡൻസി ഇങ്ങനെ ആയിരിക്കും, കുറച്ച് കോഎഫിഷ്യൻസ് കിട്ടി പെട്ടെന്ന് എന്ത് ഇക്വേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഓടിച്ചാടി നോക്കേണ്ടത് എന്താണ്, അൺനോൺ ആയിട്ട് വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട, ആ ആറ്റംസിൻ്റെ നമ്പർ ഇക്വേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട, നടക്കൂല, ടൈം വേസ്റ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, കിട്ടിയ ആളുടെ റിലേഷന് ഒന്നിലധികം ആൾ ഒബേ ചെയ്യുന്നുണ്ട്, പിന്നെ ആ മാർഗം അവിടെ വിട്ടേക്കുക. ഇനി നമ്മൾ നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യുക, ആ റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അത് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ്റെ ബാലൻസിങ്ങിൻ്റെ തിയറി അപ്ലൈ ചെയ്താൽ മതി അല്ലേ. അതെങ്ങനെയാ ബാലൻസിങ്, Cl2 gives ClO- ആൻഡ് Cl-. നിങ്ങൾക്ക് ബാലൻസിങ് എല്ലാവർക്കും അറിയുന്നതാണ്, ശരിയല്ലേ. നൗ സിംപ്ലി ഫൈൻഡ് ദ ഓക്സിജൻ നമ്പർ, ഡിഫറൻസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്യാറില്ലേ. ഇവിടെ ക്ലോറിൻ 0 സ്റ്റേറ്റിലാണ്, ഇവിടെ ക്ലോറിൻ +1 ക്ലോറിൻ -1. Now the difference is 1 and here again the difference is 1. മുകളിലും താഴെ ഡിഫറൻസ് 1 ആണ്, പ്രത്യേകിച്ച് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഒന്നും ഇല്ല. അപ്പം അങ്ങനെ വന്നാൽ Cl2 gives ClO- and Cl-. Calculate the charge and balance it by adding ഏതാ മീഡിയം എന്ന് പറയുന്നത്, ഇവിടെ ബേസിക് മീഡിയം അല്ലേ. സോ ചാർജ് ബാലൻസ് നിങ്ങൾക്ക് എന്താ ആഡ് ചെയ്യാം, ബേസിക് മീഡിയം ആയതുകൊണ്ട് OH- ആഡ് ചെയ്യാം. ഈ കേസിൽ എങ്ങനെയാ ചാർജ് എവിടെ കൂടുതലുള്ളത്, പ്രൊഡക്റ്റ് സൈഡിൽ 2 മൈനസ് ഉണ്ട്, അപ്പോൾ റിയാക്ടൻറ്റ് സൈഡിൽ 2 മൈനസ് കുറവില്ലേ. സോ സിംപ്ലി ആഡ് 2 OH- ഓൺ ദ ലെഫ്റ്റ് സൈഡ് LHS. ബാലൻസ് ഹൈഡ്രജൻ ബൈ ആഡിങ് H2O, 2H-ന് 1H2O ആഡ് ചെയ്യാം, 1H2O. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട കോഎഫിഷ്യൻസ് ആയിട്ടുണ്ട്, അവിടെ നോക്കിയേ അല്ലേ. Cl2യുടെ കോഎഫിഷ്യന്റ് A ആണ്, ഇറ്റ് ഈസ് 1. സോ A = 1. A = 1 ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ A ഇറ്റ്സെൽഫ് ദ ആൻസർ. ഓക്കെ, വേണമെങ്കിൽ ബാക്കി ചെക്ക് ചെയ്യാം. B OH-ന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, യെസ് ഇറ്റ് ഈസ് 2. നൗ C ആരതാ, ClO, ഇറ്റ് ഈസ് അഗെയിൻ 1. ദെൻ D ആരതാ, ഇറ്റ് ഈസ് Cl- അഗെയിൻ 1. സോ ഓപ്ഷൻ A ഇസ് ദി ആൻസർ. അപ്പോൾ ഞാൻ പറഞ്ഞത് നോർമലി കോഎഫിഷ്യൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ശ്രമിക്കാം, പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ ലെക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. അത് ഇവിടെ ഈ തന്നിരുന്നെങ്കിൽ നമ്മളത് ഒപ്പിക്കുമായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. ഇതിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ട്രയൽ ആൻഡ് എറർ മാത്രം ചെയ്താൽ മതി, ബാലൻസിൽ നിൽക്കേണ്ടത് ആവശ്യമൊന്നുമില്ല. അവിടെ സമയം പോലെ മാനേജ് ചെയ്തോളൂ കേട്ടോ. ഈ തരാത്ത സ്ഥിതിക്ക് H-ഉം O-യും നമ്പർ അൺനോണാന്നുള്ളൊരു കോമൺ സെൻസ് അവിടെ ഉണ്ടാവണം. പിന്നെ ബാക്കി ചെയ്യാൻ പറ്റിയ ക്ലോറിൻ്റെ മാത്രമാണ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുക. പക്ഷെ അതിൽ ഒന്നിലധികം ഓപ്ഷൻസ് ആ റിലേഷൻ ഒബേ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ മാർഗം അവിടെ നമ്മുടെ മുന്നിൽ ബ്ലോക്കായി നോർമൽ ബാലൻസിങ്ങിലേക്ക് നമ്മൾ ജസ്റ്റ്
ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. The final product formed in the following multi-step reaction sequence is a reaction the final product predict ചെയ്യാൻ. ഓക്കെ, സോ ബെൻസീൻ റിംഗിൽ ജസ്റ്റ് ഒരു അൺസാച്ചുറേഷൻ ആൽക്കൈൽ പാർട്ട് ഉണ്ട്. സോ H2O ആൻഡ് H പ്ലസ് മീൻസ് അസിഡിക് ഹൈഡ്രോളൈസിസ് ആണെങ്കിൽ അഡീഷൻ ഓഫ് വാട്ടർ ഇൻ അസിഡിക് മീഡിയം ആണ്, ഫോളോഡ് ബൈ ഹൈഡ്രേഷൻ അല്ലേ, ഫോളോഡ് ബൈ CrO3 ഇറ്റ്സ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ് യു നോ, ആൻഡ് ഫോളോഡ് ബൈ NH2 and KOH. The hydrogen and KOH means ഓർമ്മയുണ്ടോ, വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ എന്ന് പറയും, ആൽഡിഹൈഡ്സ് കീറ്റോൺസിൻ്റെ എല്ലാം. ഇപ്പോൾ റിയേജൻസ് ഓർമ്മ ഉണ്ടെങ്കിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ സ്റ്റെപ്പ് 1 നമ്മുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും എന്നറിയാം, ബെൻസീൻ റിംഗിലെ ബെൻസീൻ റിംഗിലെ സൈഡ് ചെയിനിലേക്ക് ഡബിൾ ബോണ്ട് അല്ലേ അത്, CH2 CH സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് CH2 അല്ലേ. ഇതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യില്ല, അഡീഷൻ ഓഫ് വാട്ടർ, സിംപ്ലി ഫോളോ മാർക്കോണിക് ഓഫ് അഡീഷൻ. സോ വിൽ ഗെറ്റ്, സോ വാട്ടർ ആഡ് ചെയ്യാണ്, സ്കാറ്റലൈസ്ഡ് ബൈ ആസിഡ്. സോ സിംപ്ലി വിൽ ഗെറ്റ് എ സെക്കൻഡറി ആൽക്കഹോൾ അല്ലേ, സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും നിങ്ങൾക്ക്. H പ്ലസ് ആൻഡ് OH ആണ് എന്ത്, വാട്ടർ. അപ്പോൾ H പ്ലസ് ഈ കാർബണിലേക്കും OH ഈ കാർബണിലേക്ക് ആഡ് ചെയ്യുക, സെക്കൻഡറി ആൽക്കഹോളായി. ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾ ഓൺ ഓക്സിഡേഷൻ ബൈ യൂസിങ് ക്രോമിക് anhydride CrO3 you will get ketone. Secondary alcohol on oxidation produce ketone. So it is acetophenone ആയില്ലേ. Now അടുത്ത സ്റ്റെപ്പിൽ എന്താണ്, ഹൈഡ്രസീൻ ആൻഡ് KOH, NH2 ആൻഡ് ബേസിക് മീഡിയം ആണ് KOH, followed by heating. This വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ. അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ കാർബണിൽ പാർട്ട് CH2 ആയിട്ട് മാറും, കാർബണിൽ പാർട്ട് CH2 ആയിട്ട് മാറും. സോ ദ ഫൈനൽ ആൻസർ ഈസ് യെസ്, അൺസാച്ചുറേഷൻ ഈസ് അല്ലേ, അത് മാറിയിട്ടുണ്ട്. സിംപ്ലി ഓപ്ഷൻ ബി കിട്ടും ആൻസർ ആയിട്ട്. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. അവിടെ 3 സ്റ്റെപ്പ് വന്നു. അവിടെ ഒന്ന് ഹൈഡ്രേഷൻ വാട്ടറിൻ്റെ അഡീഷൻ ആണ്, ഫോളോഡ് ബൈ ഓക്സിഡേഷൻ ഓഫ് സെക്കൻഡറി ആൽക്കഹോൾ, ഫോളോഡ് ബൈ റിഡക്ഷൻ ഓഫ് കാർബണിൽ ഗ്രൂപ്പ്. ഓക്കെ, now അടുത്ത question, the difference in energy between the actual structure and the lowest energy resonance structure for the given compound is called it is simply called resonance energy. ഡയറക്റ്റ് മെമ്മറി അതല്ലെങ്കിൽ എന്താ പറയുക, ഡയറക്റ്റ് ഫാക്ട് ബേസ്ഡ് ആണ്, അതല്ലെങ്കിൽ സിമ്പിൾ തിയറിയാണ് അല്ലേ. നമ്മളൊരു മോളിക്യൂളിൻ്റെ റെസൊണൻസ് എപ്പോഴാണ് വരയ്ക്കുക, ആ മോളിക്യൂളിനെ ഒരു സിംഗിൾ ലൂയിസ് സ്ട്രക്ചർ കൊണ്ട് വരയ്ക്കാൻ പറ്റാത്ത കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ നമ്മൾ ബെൻസീനെ വരയ്ക്കാൻ പറയില്ലേ, അപ്പോൾ നമ്മൾ ബെൻസീന് വേണ്ടി ഇങ്ങനെ പടമൊക്കെ വരയ്ക്കാറുണ്ട്. ആക്ച്വലി ഇത് ബെൻസീൻ ആണോ, ഇത് ബെൻസിൻ്റെ പടമല്ല ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ 2 പടങ്ങൾ വരയ്ക്കാൻ പറ്റും. ആ 2 പടവും എന്തല്ല, ബെൻസീൻ്റേതല്ല. പിന്നെ ആരതാണ്, അത് ബെൻസിൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആണ്, ബെൻസിൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ആക്ച്വൽ മോളിക്യൂളോ അത് നമുക്ക് വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നമ്മൾ കാനോണിക്കൽ ഫോംസ് വരയ്ക്കണേ. ഒരു മോളിക്യൂളിൻ്റെ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു സിംഗിൾ ലൂയിസ് സ്ട്രക്ചറിനെ കൊണ്ട് പറ്റാത്ത അവസരത്തിൽ നമ്മൾ എന്ത് വരയ്ക്കും, കുറേ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കും, കുറേ പടങ്ങൾ വരയ്ക്കും. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കാനോണിക്കൽ ഫോംസ് അല്ലെങ്കിൽ റെസൊണൻസ് സ്ട്രക്ചേഴ്സ്. ഈ മോളിക്യൂളൊന്നും എന്തല്ല ആക്ച്വൽ മോളിക്യൂളിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ല. അപ്പോൾ ആക്ച്വൽ മോളിക്യൂൾ ഏതായിരിക്കും, അതേ വരക്കപ്പെട്ട എല്ലാ പടങ്ങളുടെയും ഒരു ഹൈബ്രിഡ് ആയിരിക്കും, അത് വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഹൈബ്രിഡ് ആണ് ഈ റിയൽ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഓഫ് ദീസ് കാനോണിക്കൽ ഫോംസ്. ഇനി ഈ കാനോണിക്കൽ ഫോംസിനെല്ലാം റെസൊണൻസ് ഫോംസിനെല്ലാം ഈക്വൽ എനർജി ആവണം നിർബന്ധമുണ്ടോ, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ബെൻസിന് നമ്മൾ വരക്കുന്ന 2 റെസൊണൻസും ഐഡൻറ്റിക്കൽ ആണ്. അതേസമയം നമ്മൾ ഫീനോളിൻ്റെ റെസൊണൻസ് വരക്കുമ്പോൾ എല്ലാ സ്ട്രക്ചറും ഐഡൻറ്റിക്കൽ ആണോ, അല്ല. 2 സ്ട്രക്ചറിൽ ഓക്സിജന് ചാർജ് ഒന്നും ഉണ്ടാവില്ല, 2 സ്ട്രക്ചറിൽ 3 എണ്ണത്തിൽ എന്തുണ്ടാവും, ഓക്സിജന് പ്ലസ് ചാർജ് ഒക്കെ കാണാൻ കഴിയും നിങ്ങൾക്ക്. അപ്പോൾ ഫിനോളിനോ അനിലിനോ അല്ലെങ്കിൽ നമ്മളൊരു കാർബോക്സിലിക് ആസിഡ്സിൽ ബെൻസോയിക് ആസിഡോ അതിലൊക്കെ ആരുടെയെങ്കിലും റെസൊണൻസ് വരക്കുന്ന സമയത്ത് അവരുടെ എല്ലാ സ്ട്രക്ചേഴ്സും ഈക്വലി സ്റ്റേബിൾ ആവണം എന്നൊന്നുമില്ല. എല്ലാം ഈക്വലി സ്റ്റേബിൾ ആയ സെറ്റ്. കാർബോക്സിലിക് ആസിഡിൻ്റെ കേസ് എന്തുണ്ട്, അവിടെ എന്താണ് ഐഡൻറ്റിക്കൽ റെസൊണൻസ് എന്നാണ് പറയാറുള്ള വേറെ കാര്യം ശ്രദ്ധിക്കുക. ബെൻസോയിക് ആസിഡിൽ എന്തുണ്ട്, ഐഡൻറ്റിക്കൽ റെസൊണൻസ് വരും വേറെ. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു മോളിക്യൂളിൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നമ്മൾ വരക്കുന്ന സമയത്ത് ആ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഐഡൻറ്റിക്കൽ ആവും ആവാതിരിക്കാം. ഐഡൻറ്റിക്കലുണ്ട് നോൺ ഐഡൻറ്റിക്കലുണ്ട്. ഈ നോൺ ഐഡൻറ്റിക്കലോ ഐഡൻറ്റിക്കലോ ആവട്ടെ, അതിൽ മോസ്റ്റ് സ്റ്റേബിൾ ഫോം, അത് തിയററ്റിക്കലി നമുക്ക് ചാർജ് സെപ്പറേഷൻ കുറഞ്ഞത് അല്ലേ, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട് റെസൊണൻസ് സ്റ്റേബിൾ ആവാനുള്ള. അപ്പോൾ മോസ്റ്റ് സ്റ്റെബിലൈസ്ഡ് റെസൊണൻസ് ഫോം ഉണ്ടാവും, അതിൻ്റെ എനർജി
ആ എനർജിയും ദ റിയൽ മോളിക്യൂളിന്റെ എനർജി നമ്മൾ ഡിഫറൻസ് ഇല്ലേ, ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എന്താ റെസൊണൻസ് എനർജി. ദ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ദ ആക്ച്വൽ സ്ട്രക്ചർ മീൻസ് സിംപ്ലി കറസ്പോണ്ട്സ് ടു ഹൈബ്രിഡ് ഓഫ് ഓൾ ദീസ് സ്ട്രക്ചേഴ്സ് അല്ലേ. ആൻഡ് ദി ലോവസ്റ്റ് എനർജി റെസൊണൻസ് സ്ട്രക്ചർ മോസ്റ്റ് സ്റ്റേബിൾ റെസൊണൻസ് സ്ട്രക്ചറും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് എനർജി എന്ന്. ക്ലിയർ ആണോ? ശരി, മീൻസ് അത് എത്രത്തോളം സ്റ്റെബിലൈസർ ആണ് എന്നുള്ളതാണ്. ശരി, അടുത്തത് in chromyl chloride test for confirmation of chloride ion, a yellow solution is obtained. Acidification of this solution and addition of amyl alcohol and 10% H2O2 turns organic layer blue, indicating the formation of chromium pentoxide. വലിയ സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. The oxidation state of chromium in that is ഏതിലാണ്? ഈ ക്രോമിയം പെന്റോക്സൈഡിനകത്തുള്ളത്. ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ബാക്കിയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും വലിയൊരു റിയാക്ഷൻ സീക്വൻസ് വഴി ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിട്ടുണ്ട്, ക്രോമിയം പെന്റോക്സൈഡ് ഉണ്ടായെന്ന് ക്വസ്റ്റ്യൻ തന്നെ തന്ന്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിപ്പോൾ എന്തായിരിക്കും ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ് എന്നാ പറയും, ക്ലോറൈഡിന്റെ ടെസ്റ്റ് ആണ്. ഈ ക്ലോറൈഡിനെ ടെസ്റ്റ് ചെയ്ത് എങ്ങനെയാ, നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 ദെൻ H2SO4 അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് പറയും, CrO2Cl2. ഇതാണ് ക്രോമൈൽ ക്ലോറൈഡ്. ആ റെഡ് ബ്രൗൺ വേപ്പർ ആയിട്ട് വരുന്ന അപ്പിയർ ചെയ്യുന്ന ആ കോമ്പൗണ്ട് ആണ് ക്രോമൈൽ ക്ലോറൈഡ്. അതൊക്കെ നിങ്ങൾ സ്ട്രോങ് ബേസ് ആൽക്കിൽ ചോദിച്ചാൽ അത് യെല്ലോ സൊല്യൂഷൻ ആവും, Na2CrO4 സോഡിയം ക്രോമേറ്റ് ആവും. ആ സോഡിയം ക്രോമേറ്റ് ആണ് യെല്ലോ സൊല്യൂഷൻ. അസിഡിഫിക്കേഷൻ ഓഫ് ദി സൊല്യൂഷൻ ആൻഡ് അഡീഷൻ ഓഫ് അമൈൽ ആൽക്കഹോൾ ആൻഡ് H2O2 എന്ന് പറയുന്നുണ്ട്. അവിടെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് എന്താ പറയുന്നത്, അത് ക്രോമിയം പെന്റോക്സൈഡ് CrO5. ഇത് അസിഡിഫിക്കേഷൻ നേരത്തെ ഡയറക്റ്റ് എന്തായിട്ട് പറയുന്നത് ഡൈക്രോമേറ്റ് ആയിട്ട് മാറും കേട്ടോ, ഡൈക്രോമേറ്റ്. ആ ഡൈക്രോമേറ്റിനെ എന്ത് ചെയ്യണം, H2O2 വെച്ചിട്ട് CrO5 ആയിട്ട് മാറ്റുക ചെയ്യുന്നത്. റിയേജന്റ് ഒരുപാട് പറയുന്നുണ്ട്. ഒന്ന് അസിഡിഫിക്കേഷൻ H2SO4 ആണ്, സെക്കൻഡ്ലി അമൈൽ ആൽക്കോൾ 5 കാർബൺ ആൽക്കോൾ ആണ് അമൈൽ ആൽക്കോൾ, അതൊരു സീരീസ് തന്നെ ഉണ്ട്. പിന്നെ H2SO4 പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് CrO5. ബ്ലൂ പെറോക്സൈഡ് എന്ന് പറയും നമ്മളിതിനെ പരിചയപ്പെട്ട് എവിടെയെന്ന് അറിയോ, D&F അല്ല, പിന്നെയോ റോഡോക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ CrO5ന്റെ പടം എല്ലാവർക്കും അറിയാം, ബട്ടർഫ്ലൈ സ്ട്രക്ചർ എന്ന് പറയാറുണ്ട്. നമ്മളിതിന് ബട്ടർഫ്ലൈ സ്ട്രക്ചർ പറയാറുണ്ടോ? നമ്മളിതിൽ ക്രോമിയത്തിന് പെറോക്സൈഡ് എന്ന് പറയും, ബ്ലൂ പെറോക്സൈഡ് എന്നാണ് വിളിക്കാറുള്ളത്. ഇതിൽ ക്രോമിയത്തിന്റെ സ്റ്റേറ്റ് എത്ര വരിക, ഇതിൽ ക്രോമിയത്തിന്റെ സ്റ്റേറ്റ് ആണ് ഇതാ. ഇപ്പൊ ഇവിടെ ക്രോമിയത്തിന് 2 ലോസാണ് ഉള്ളത്. ഓക്സിജൻ 2 ബോണ്ട് പിടിച്ചു വലിക്കും. അതേസമയം ഈ ഓക്സിജൻ ഒന്നും ഇതൊന്നും 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 അങ്ങനെ ടോട്ടൽ എത്ര ലോസായി, 1 2 3 4 5 6 അല്ലേ. ഇത് പെറോക്സൈഡ് ആണ്. -1 -1 -1 -1 -2 -2 -1 -1 So chromium is in +6 state. Chromium is in +6 state. ഓക്കെ, എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ശരിക്കും ഈ ബ്ലൂ പെറോക്സൈഡ് അല്ലെങ്കിൽ എന്താ പറയുക ക്രോമിയം പെന്റോക്സൈഡ് ഫോം ചെയ്ത് എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടായിരുന്നു. ഇത് ക്രോമിയം പെന്റോക്സൈഡ് ഫോം ചെയ്ത് പറഞ്ഞിട്ട് ചോദിക്കുക സ്റ്റേറ്റ് എത്ര എന്ന് ചോദിച്ചാൽ അത് നമ്മൾ കളിപ്പിക്കുകയാണ് അല്ലേ. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. വിച്ച് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഡെൽറ്റ ജി ഈസ് പോസിറ്റീവ് ഫോർ എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഈ കുറെ പഠിച്ച് അവസാനം ബേസിക് മറക്കുമെന്ന് പറയില്ലേ, ആ അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ. ഡെൽറ്റ ജി ഈസ് പോസിറ്റീവ് ഫോർ എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. തെറ്റല്ലേ അത്? നമ്മുടെ ചോദിച്ചാൽ നോട്ട് കറക്റ്റ് ആണ്. ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ് ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ്. ഡെൽറ്റ ജി 0 ഫോർ എ റിവേഴ്സിബിൾ. ശരിയല്ലേ അത്? ഓക്കെ. ദെൻ ഡെൽറ്റ ജി ഈസ് പോസിറ്റീവ് ഫോർ എ നോൺ സ്പോണ്ടേനിയസ്. ശരിയാണല്ലോ. ഡെൽറ്റ ജി നെഗറ്റീവ് ഫോർ എ സ്പോണ്ടേനിയസ്, അതും ശരിയാണ്. ഇവിടെ ഓപ്ഷൻ എ ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണത്. അടുത്ത ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1, ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഗ്രൂപ്പ് 14 എലിമെന്റ്സ് ഫ്രം സിലിക്കൺ ടു ലെഡ് ഗ്രാജുവലി ഡിക്രീസസ്. ഇത് പി ബ്ലോക്ക് +1 പി ബ്ലോക്കിലെ ഡാറ്റയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആ ചാപ്റ്റർ വായിച്ചവരാണെങ്കിൽ എന്ത് ചെയ്യും, കറക്റ്റ് ആൻസർ പറയും. ചാപ്റ്റർ വായിച്ചിട്ടില്ല, പീരിയോഡിക് ടേബിൾ മാത്രം പഠിച്ചിട്ട് ഓർമ്മയാണെങ്കിലോ അവർ പറയും സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ എന്ന് പറയും. വൈ? വി നോ ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് ദ പീരീഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്, ബട്ട് ഡൗൺ ദ ഗ്രൂപ്പ് ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് എന്ന് പറയും. അങ്ങനെ വന്നാൽ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്, ജനറലി
ട്രൂ ആണ്. ബട്ട് ഫോർ ദി സ്പെഷ്യൽ കേസ് ഓഫ് ഗ്രൂപ്പ് 14 ഇറ്റ് ഈസ് നോട്ട് ട്രൂ. അത് ട്രൂ അല്ല. കാരണം കാർബൺ ഇലക്ട്രോനെഗറ്റിവിറ്റി 2.5, സിലിക്കൺ ഇറ്റ് ഈസ് 1.8, ജെർമേനിയം ഇറ്റ് ഈസ് 1.8, tin it is 1.8, lead it is 1.9. The electronegativities of these elements അത് പഠിക്കുന്നത് എവിടെയുള്ളത്? +1 പി ബ്ലോക്കിലെ വാല്യൂസ്. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ പീരിയോഡിക് ടേബിൾ മാത്രം പഠിച്ച ഒരു കുട്ടി എന്താ ചെയ്യുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ എന്ന് പറയും. പക്ഷെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ഫാൾസ് ആണ്. അത് ഗ്രാജുവലി ഡിക്രീസ് എന്ന് പറയാൻ കഴിയില്ല. ഫസ്റ്റ് ലാർജ് ഒരു ഫാൾ ഉണ്ടായി, then remains same and finally an increase. So statement 1 is incorrect. ഇനി group 14 elements contain non-metallic, metallic as well as metalloid. അതെല്ലാവരും ഉണ്ടല്ലോ അവിടെ. കാർബണും സിലിക്കണൊക്കെ നോൺ മെറ്റൽ, ജെർമേനിയം മെറ്റലോയിഡ്, ടിന്ന്, ലെഡ്, മെറ്റൽ എന്ന് വിളിക്കാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. ഓക്കെ, സോ 1 ഫാൾസ്, 2 ട്രൂ ആണ്. ഓപ്ഷൻ ഡി കൊടുക്കാം ആൻസർ ആയിട്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്തേ ഉള്ളൂ? നമ്മളതിൽ ഈ ഫാക്റ്റുകൾ ശ്രദ്ധിക്കുക. നമ്മൾ ഡാറ്റാസ് ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഇലക്ട്രോനെഗറ്റിവിറ്റി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ JEE സിലബസ് നമ്മോട് പറഞ്ഞ എന്തെന്നറിയോ? പി ബ്ലോക്കിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന് പറഞ്ഞത് അതെല്ലാ ഗ്രൂപ്പിലും പഠിക്കണം. നിങ്ങൾ +2 NCERT എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും. ഗ്രൂപ്പ് 15 എടുത്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും. എന്താണ് അതിൽ? ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഒക്കറൻസ് ഉണ്ടാവും. പിന്നെ അതിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണാം, ആറ്റോമിക് ആൻഡ് അയണിക് സൈസ്, അയോണൈസേഷൻ എൻതാൽപ്പി, then electronegativity, then followed by physical properties, chemical properties and anomalous behavior. അതുവരെ എല്ലാ ഗ്രൂപ്പുകളും നിർബന്ധമായിട്ടും പഠിച്ചോളുക. ഇത് വായിച്ചുകൊണ്ട് അടുത്ത JEE വരെ, ഇന്ന് മുതൽ അടുത്ത JEE വരെ എങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ഇതെന്തായാലും ഡാറ്റയാണ്. അത് വായിച്ചത് ഓർമ്മ ഉണ്ടെങ്കിൽ ഓർമ്മ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അതിങ്ങനെ റെഗുലറായിട്ട് വായിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ ബ്ലോക്കിന്റെ കാര്യത്തിൽ അത്രേ ഉള്ളൂ പറയാൻ കേട്ടോ. ശരി, ഇനി നെക്സ്റ്റ് വൺ. ഇൻ വിച്ച് ദ ഫോളോയിങ് മെറ്റൽ കാർബണിൽ CO ഫോംസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ മെറ്റൽ ആറ്റംസ്. മെറ്റൽ ബ്രിഡ്ജിങ് കാണപ്പെടുന്നതിൽ ഏതിലാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള 2 സ്ട്രക്ചറാണ് ബിയും സിയും. NCERT പടം കൊടുത്തിരിക്കുന്നുണ്ട്. ഡെക്ക കാർബണിൽ ഡൈമാംഗനീസ് കൊടുത്തിട്ടുണ്ട്. ഒക്ടാ കാർബണിൽ ഡൈ കൊബാൾട്ടിന്റെ പടം NCERT ഉണ്ട്. അതിൽ തന്നെ ആൻസറും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾക്ക് പടം അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ് അല്ലേ? അപ്പം ഞാനതിൽ NCERT 2 പടം ആദ്യം വരച്ച് കാണിക്കാം. മാംഗനീസിന്റെ കേസിൽ 2 മാംഗനീസ് ഉണ്ട്. നമുക്ക് അവർ തമ്മിൽ ബ്രിഡ്ജ് വേണോ കണക്ഷൻ വേണോ എന്നൊക്കെയാണ്. എന്തായാലും അല്ലേ, ഇവിടെ ടോട്ടൽ 10 CO ഉണ്ട്. ഈ മാംഗനീസിന്റെ വാലൻസ് എന്ന് പറഞ്ഞാൽ 4s2 ആണ്. വാലൻസ് 4s2 സോ 5 + 2 7 ഇലക്ട്രോൺസ് ആണ് വാലൻസിൽ ഉള്ളത്. 7 ഇലക്ട്രോൺസ് ആണ് വാലൻസിൽ. MN ബോണ്ട് വന്നു, ബ്രിഡ്ജ് അല്ല, MN ബോണ്ട് വന്നാൽ ഓൾറെഡി 7 ഉണ്ട്. ഇത് 7 + 1, കാരണം ഇതിൽ നിന്ന് 1 ഇലക്ട്രോൺ അങ്ങോട്ടും 1 ഇലക്ട്രോൺ ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു ഷെയറിംഗ് വഴി മാംഗനീസിന് 1 ഇലക്ട്രോൺ ഗെയിൻ കിട്ടും. സ്വന്തമുള്ള ഇലക്ട്രോൺ പ്ലസ് അല്ലേ, അപ്പോൾ ഒരു എക്സ്ട്രാ ഗെയിൻഡ് ഇലക്ട്രോൺ. അപ്പോൾ 7 + 1 8 ഇലക്ട്രോൺസ് അറൗണ്ട് മാംഗനീസ് ആയി. കഴിഞ്ഞില്ല. ഇനി 10 കാർബൺ മോണോക്സൈഡ് ഇല്ലേ, നമുക്ക് അതിന് എങ്ങനെ കൊടുക്കാം? 10 കാർബൺ മോണോക്സൈഡ് CO 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 CO. ഇയാൾക്ക് 5 എണ്ണം കൊടുക്കുക, ഇയാൾക്കും 5 എണ്ണം കൊടുത്തേക്ക്. CO 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 CO. ഒരു ലിഗാൻഡ് 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഓരോ ബോണ്ടിന്നും 2 4 6 8 10 10 1 11 11 സെൻട്രൽ ആറ്റത്തിന്റെ 7 18 ഇലക്ട്രോൺ. ഈ N സെറ്റാണ്, ആള് സ്റ്റേബിൾ ആണ്. ഇവിടെ എന്തിന്റെ ആവശ്യമില്ല? CO ലിഗാൻഡ് ബ്രിഡ്ജ് ചെയ്യേണ്ട ആവശ്യം ഈ പടത്തിലില്ല. അല്ലാതെ തന്നെ മെറ്റൽ എന്താണ്? അവിടെ സ്റ്റേബിൾ ആണ്. ഈ N ഫിനിഷ് ചെയ്തിട്ടുണ്ട്, 8 ഇലക്ട്രോൺസ് ആയിട്ടുണ്ട്. ഈ കൊബാൾട്ട് ആണെങ്കിലും ഇനി കൊബാൾട്ടിന്റെ കേസിൽ നമുക്കറിയാം അറ്റോമിക് നമ്പർ 27 ആണ്. 4s2 3d7 ആണ്. അപ്പോൾ 3d7 ആൻഡ് 4s2 7 + 2 9 ഇലക്ട്രോൺസ് ആയിട്ടുണ്ട്. 9 ഇലക്ട്രോൺസ് ആയിട്ടുണ്ട്. പിന്നെ ആകെ എത്ര ഇലക്ട്രോൺസ് ആണ് ഉള്ളത്? അല്ല, ലിഗാൻഡ് 4 എണ്ണ ഉള്ളത്. ലിഗാൻഡ് 4 ലിഗാൻഡ്സ് ഉണ്ട്. 8 ലിഗാൻഡ് ഉണ്ട്. പെർ ഹെഡ് നമുക്ക് 3 4 കൊടുക്കാൻ പറ്റിയ ഇതാ
ഇപ്പോൾ ഇങ്ങനെ വന്നാൽ ഇപ്പോൾ ഇയാൾക്ക് അറൗണ്ട് 9 ഉണ്ട്, 9 2 ഒരു ലിഗാൻഡ് 2 ഇലക്ട്രോണിൽ ഡൊണേറ്റ് ചെയ്യാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 2 4 6 ഇലക്ട്രോണ്, 9 6 15 ഇലക്ട്രോൺ ആയിട്ടുള്ളൂ. 15 ഇലക്ട്രോൺ. ഇനി എത്ര ഇലക്ട്രോൺ വേണം? 18 ആവാൻ 3 ഇലക്ട്രോൺ വേണം, 3 എണ്ണം. നമുക്ക് ബാക്കിയുള്ളത് ആകെ 8 ലിഗാൻഡാണ് ഉള്ളത്. ഇയാൾക്ക് 3 ലിഗാൻഡ് കൊടുത്തു, അയാൾക്ക് 3 ലിഗാൻഡ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ലിഗാൻഡിൽ നിന്ന് ഇയാൾക്ക് 6 ഇലക്ട്രോൺ കിട്ടും, ഇയാൾക്ക് സ്വന്തമായിട്ട് 9 ഇലക്ട്രോൺ ഉണ്ട് ബാലൻസിൽ. 9 6 15 ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 ലിഗാൻഡുകളില്ലേ, ആ 2 ലിഗാൻഡും ഒന്ന് ഇയാൾക്കും ഒന്ന് അയാൾക്കും കൊടുത്തല്ലോ. ഇയാൾക്ക് 2 ഇലക്ട്രോൺ ആവും, അയാൾക്കും 2 ഇലക്ട്രോൺ ആവും അല്ലേ? പിന്നെ ബ്രിഡ്ജിങ്ങിൻ്റെ ആവശ്യം വരുമോ? അതാണ് സംശയം അല്ലേ? ഇവിടെ കാർബൺ മോണോക്സൈഡ് ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നുള്ളതാണ്. ഇതിൽ ബ്രിഡ്ജായിട്ടാണ്, ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചറാണ് അവിടെ വരിക. ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞു ഇയാൾ 9 11 13 15 16 17 18 ഇലക്ട്രോൺസ്. ഈ കേസിലാണ് എന്തൊരു ബ്രിഡ്ജിയുടെ സ്ട്രക്ചേഴ്സ് വരുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഈ 2 പടം എവിടെ ഉണ്ട്? NCERT-ലുണ്ട്. ഇനി ഓസ്മിയം ആൻഡ് റുത്തീനിയം, അത് രണ്ടും ഒരേ ഗ്രൂപ്പിലാണ്, അയണിന്റെ ഗ്രൂപ്പാണ്. അയണ്, റുത്തേനിയം ആൻഡ് ഓസ്മിയം. നമ്മൾ ഫിറോസ് എന്ന് പറയല്ലേ, അയണ്, റുത്തേനിയം ആൻഡ് ഓസ്മിയം. സോ അയൺ ആവുന്ന സമയത്ത് 4s2 3d6 d6 ആണ്. അപ്പോൾ ബാലൻസിൽ 6 + 2 8 ഇലക്ട്രോൺസ് ഉണ്ട്, 8. 10 ഇലക്ട്രോൺസിന്റെ ഡിമാൻഡാണ് ഇനിയുള്ളത്, 10 ഇലക്ട്രോൺസിന്റെ ഡിമാൻഡാണ്. ഇവിടെ 3 ഓസ്മിയം ഉണ്ട്. ഓസ്മിയം 1 2 3 ഓസ്മിയം ഉണ്ട്. ഓസ്മിയത്തിന്റെ ബാലൻസ് ഞാൻ പറഞ്ഞു 6 + 2 8 ഇലക്ട്രോൺസ്. അപ്പോൾ 8 + 2 അല്ലേ, ഇവിടെ നിന്നും വന്നു. അപ്പോൾ എത്രയായി? 10 ആയിട്ടുണ്ട്. ഇനി എന്ത് വേണം? ഇനി ഒരു 8 ഇലക്ട്രോൺ കൂടെ മതി 18 ആക്കാൻ. ഇവിടെ 12 CO ലിഗാൻഡുകളുണ്ട്. അപ്പോൾ ഓരോന്നിനും എന്ത് ചെയ്യുക? 4 വീതം CO കൊടുത്തോളുക. ഓരോരുത്തർക്കും 4 CO കൊടുത്തോളൂ അല്ലേ? CO. അപ്പോൾ 12 CO ആയില്ലേ? ഇപ്പം 4 COക്ക് 8 ഇലക്ട്രോണ്, ദെൻ ഓൾറെഡി ഉള്ള 8ഉം 16ഉം, പിന്നെ ഈ മെറ്റൽ ബോണ്ട് എന്നുള്ള 2 ഇലക്ട്രോൺ, ടോട്ടൽ ഇത്രയായി 18 ഇലക്ട്രോൺസ് ആയി. ഇവിടെ ഓസ്മിയം മാറ്റി റുത്തീനിയം വരച്ചാൽ എന്ത് ചെയ്തു? അത് റുത്തീനിയം Ru3CO 12 ടൈംസിൻ്റെ സ്ട്രക്ചറായി. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് തോന്നുന്നത്? കുറച്ച് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇതുവരെ കണ്ട ക്വസ്റ്റ്യൻസ് നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ലാസ്റ്റ് സെഷനിൽ വരുന്ന മെറ്റൽ കാർബോണിൽസ് എന്ന ഭാഗത്ത് നിന്ന് പടത്തിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസിലെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. 2 പടം NCERT-ലുണ്ട്, നമ്മൾ അത് പെട്ടെന്ന് വരച്ചു. ബാക്കി 2 പടം NCERT-ലില്ല, അത് വരയ്ക്കേണ്ടി വന്നു. എന്തായാലും ആൻസർ കിട്ടാൻ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. C ആണ് ആൻസർ. ബ്രിഡ്ജ് വരുന്നത് C-ലാണ്, C ആണ് ആൻസർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പടം വരക്കാൻ പഠിക്കുക. നമുക്ക് അറിയാത്തൊരു കോമ്പൗണ്ട് വന്നാൽ എന്താ ചെയ്യേണ്ടത്? അത് EN ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ 18 ഇലക്ട്രോൺ റൂളില്ലേ, അത് ഒബേ ചെയ്യിക്കുന്ന രീതിയിൽ പടം ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. 1-2 പടങ്ങൾ സ്വന്തം വരച്ചു നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ ഉള്ളത് കൂടാതെ കുറച്ച് സ്ട്രക്ചർ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് വരച്ച് നോക്കുക. എക്സാമ്പിൾ മുന്നേറ്റ് നമ്മൾ വരക്കണേ ശരിയാവുന്നുണ്ടോ എന്ന്. ഇപ്പം ഞാൻ വരച്ച് കാണിച്ചു തന്നില്ലേ 18 ഇലക്ട്രോൺ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് ആ ഒരു രീതി, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ശരി, ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിനെല്ലാം അറൗണ്ട് ഇറ്റ് 1 2 3 4 5 6 ഇലക്ട്രോൺ ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണ്. ഇതിനകത്തും ഒക്ടാഹെഡ്രൽ കോർഡിനേഷൻ ആണ്, ഇതിനകത്തും ഒക്ടാഹെഡ്രൽ കോർഡിനേഷൻ ആണ് വന്നിരിക്കുന്നത്. സെൻട്രൽ മെറ്റൽ അറൗണ്ട് ഒക്ടാഹെഡ്രൽ കോർഡിനേഷൻ ആണ് ഈ കേസിലെല്ലാം വന്നിരിക്കുന്നത് എന്നും ശ്രദ്ധിക്കുക. ഇനി ഐഡന്റിഫൈ ദ പ്രൊഡക്റ്റ് A and B ഇൻ ദ ഗിവൺ റിയാക്ഷൻ. സൈക്ലോഹെക്സീൻ തന്നിട്ടുണ്ട് റിയാക്റ്റൻ്റ് ആയിട്ട്. ക്ലോറിൻ്റെ അഡീഷൻ ആണ് അതിൽ HNu in presence of light and in presence of CCl4. So chlorine and HNu in presence of light, you know, it is free radical substitution ആണ്. അവിടെ എന്താ മെക്കാനിസം? എന്താണ്? റാഡിക്കൽ മെക്കാനിസം ആണ് വരിക, റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ വന്നാൽ എന്താണ് പ്രൊഡക്റ്റ് വരിക? ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അൺസാച്ചുറേഷൻ ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യണം? ഈ അൺസാച്ചുറേഷൻ്റെ ഈ പൊസിഷനില്ലേ, ഈ 2 പൊസിഷൻ അതിൻ്റെ അലൈൽ പൊസിഷനാണ്, അലൈൽ പൊസിഷൻ. അപ്പോൾ അലൈൽ പൊസിഷനിൽ H റാഡിക്കലായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫോം ചെയ്യും? സ്റ്റേബിൾ അലൈൽ റാഡിക്കൽ ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? അലൈൽ റാഡിക്കൽ ഫോം ചെയ്യും. അപ്പോൾ 2 Cl റാഡിക്കൽ വന്നിട്ട് 2 HCl ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? യെസ്, ഒരു ബൈറാഡിക്കൽ ഫോം ചെയ്യിച്ചെന്ന് പറയാം. പിന്നെ വരുന്ന Cl2 എന്ത് ചെയ്തോളും? ഇങ്ങോട്ട് ആഡ് ചെയ്തോളും. അങ്ങനെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം?
ഇതാ ആ സ്ട്രക്ചർ ഓപ്ഷൻ എ കോമ്പൗണ്ട് എ എന്താ വരിക ആ ഓപ്ഷൻ എയിൽ കാണുന്ന ഈ ഒരു പടം കിട്ടും നമുക്ക് അല്ലേ അതിവിടെയുണ്ട് ഓപ്ഷൻ ബിയിലും അതേ പടമുണ്ട് ശരി ഇനി രണ്ടാമത്തത് Cl2 bar CCl4 ആണ് ഈ CCl4 ആൻഡ് Cl2 നമുക്ക് എന്താ പറയാം അത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ അല്ല അത് അഡീഷൻ ആണ് അഡീഷൻ ഇവിടെ നമുക്ക് ഫസ്റ്റ് വണ് എന്താണ് റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് Cl2 bar CCl4 അല്ലേ അത് അഡീഷൻ റിയാക്ഷൻ ആണ് അൺസാച്ചുറേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ക്ലോറിനെ ആഡ് ചെയ്യുന്നു അത് ഇലക്ട്രോഫിലിക് അഡീഷൻ ആണ് വരിക അല്ലേ സോ ഈ അൺസാച്ചുറേഷനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ എന്ത് വരും 2 Cl വരും Cl2 bar CCl4 substitution അല്ല it is simply addition reaction ആണ് so option A is the answer for this case ഹൈഡ്രോകാർബണിലെ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ വേണമെങ്കിൽ അതല്ലെങ്കിൽ അതന്നെ ബെസ്റ്റ് ഹൈഡ്രോകാർബണിലെ ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ അൺസാച്ചുറേഷനിലേക്കുള്ള അഡീഷൻ തന്നു അതേസമയം അൺസാച്ചുറേഷനോട് അടുത്ത് വരുന്ന അലൈൽ പൊസിഷനിലേക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടു റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആസ് വെൽ ആസ് ഇലക്ട്രോഫിലിക് അഡീഷൻ ഓക്കെ ഇനി next question appearance of blood red color on treatment of the sodium fusion extract of organic compound with ferrous sulfate in presence of concentrated H2SO4 indicates the presence of elements ഇവിടെ ഏത് എലിമെന്റ്സിന്റെ കേസിലാണ് ബ്ലഡ് റെഡ് കളറേഷൻ ഈ ബ്ലഡ് റെഡ് കളർ എന്താണ് ഫെറിക് തയോസൈനൈഡ് തയോസൈനൈഡ് ഈ തയോസൈനൈഡ് ആവണമെങ്കിൽ SCN ആവണമെങ്കിൽ സൾഫർ കാർബൺ ഓൾറെഡി ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉണ്ടാവുമല്ലോ പിന്നെ നൈട്രജൻ അപ്പോൾ സൾഫർ ആൻഡ് നൈട്രോജൻ ആണ് ഓപ്ഷൻ ഡി വരും സൾഫർ ആൻഡ് നൈട്രോജൻ ഉണ്ടെങ്കിലാണ് ബ്ലഡ് റെഡ് കളറേഷൻ ഉണ്ടാവുക ബ്രോമിൻ പിന്നെ നമ്മളതിൽ സിൽവർ നൈട്രേറ്റ് ആൻഡ് HNO3 വെച്ചിട്ട് അവിടെ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യിക്കുക സോ നൈട്രോജൻ ആൻഡ് സൾഫർ തയോസൈനൈഡ് ഫോർമേഷനിൽ നൗ ഇൻ ആൽക്കലൈൻ മീഡിയം MnO4 മൈനസ് ഓക്സിഡൈസസ് I- into ഏതാ മീഡിയം ആൽക്കലൈൻ മീഡിയം ആണ് ശ്രദ്ധിക്കുക ഈ പെർമാംഗനേറ്റ് എന്ന ആള് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആൾക്ക് എന്തൊക്കെയായിട്ട് റിയാക്ട് ചെയ്യാം ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ആസിഡിക് മീഡിയം ബേസിക് മീഡിയം ആൻഡ് ഇൻ ന്യൂട്രൽ മീഡിയം 3 മീഡിയത്തിലും ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കുന്ന ആളാണ് ആര് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണെങ്കിലോ ആസിഡിക് മീഡിയത്തിൽ മാത്രമാണ് എന്ത് കാണിക്കുക ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കുക പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്യാൻ ഷോ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഇൻ ആസിഡിക് ഓർ ബേസിക് ഓർ ന്യൂട്രൽ മീഡിയം ശരിയല്ലേ ഇനി ആസിഡിക് മീഡിയത്തിലാണെങ്കിൽ MnO4 മൈനസ് ഇൻ ആസിഡിക് മീഡിയം ഓക്സിഡൈസസ് I- into I2 ശ്രദ്ധിക്കണേ ആസിഡിക് മീഡിയത്തിൽ അവിടെ I2 ആണ് ഫോം ചെയ്യുക അതേസമയം ഇതേ പെർമാംഗനേറ്റ് നമ്മുടെ ന്യൂട്രൽ മീഡിയം ഓർ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ന്യൂട്രൽ അല്ലെങ്കിൽ നമുക്ക് ന്യൂട്രൽ മീഡിയം എന്ന് പറയാം അല്ലെങ്കിൽ എന്താ പറയാം ഫെയിൻ്റ്ലി ആൽക്കലൈൻ മീഡിയത്തിൽ എന്ത് വരിക MnO4 മൈനസ് ചേഞ്ചസ് ടു MnO2 I- ചേഞ്ചസ് ടു IO3 മൈനസ് ഇറ്റ് ഇസ് IO3 മൈനസ് ആണ് ആൻസർ കേട്ടോ ഓപ്ഷൻ A is the answer ഇത് എവിടെ ഉണ്ട് NCERT-യിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ റിയാക്ഷൻസ് പഠിപ്പിക്കുന്ന ഭാഗത്ത് കാണാം Potassium permanganate can act as oxidizing agent in acidic or basic or neutral medium. In acidic medium, it changes I- into I2 and in basic medium, I- into IO3-. ഇത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണെങ്കിലോ I- into I2 അവിടെ IO3- ഉണ്ടാകില്ല കാരണം ഡൈക്രോമേറ്റിന് എന്തില്ല ബേസിക് മീഡിയത്തിൽ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഇല്ല Potassium dichromate can act as oxidizing agent in acidic medium only. അപ്പോൾ ഈ റിയാക്ഷൻ ആരുടെ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ആണ് പെർമാംഗനേറ്റിന്റെ മാത്രം റിയാക്ഷൻ ആണ് ഇൻ ബേസിക് മീഡിയം പെർമാംഗനേറ്റ് ഓക്സിഡൈസസ് I- into IO3-. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് given below are two statements one is labeled as assertion and other one reason okay assertion the first IA decreases across the period
ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് അക്രോസ് ദ പീരീഡ് എന്ന് പറഞ്ഞാൽ അതെന്തല്ല, ശരിയല്ലല്ലോ അല്ലേ? ഇറ്റ് ഈസ് റോങ് ആണോ? IE left to right is increasing. Why? Size decreasing, nuclear charge increasing. IE സൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? IE കുറയും. സൈസ് കുറയുമ്പോൾ IE കൂടുക ചെയ്യും. സോ ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ആണ്, ഡിക്രീസ് അല്ല. അതുകൊണ്ട് അത് തെറ്റാണ്. Now reason, the increasing nuclear charge outweighs the shielding across the period. ലെഫ്റ്റ് ടു റൈറ്റ് ഷീൽഡിങ് കൂടുന്നുണ്ട്, ന്യൂക്ലിയർ ചാർജും കൂടുന്നുണ്ട്, പക്ഷെ ന്യൂക്ലിയർ ചാർജിന്റെ ഇൻക്രീസ് ആണ് ഡോമിനേറ്റിംഗ് എന്ന്. അത് വളരെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അസേർഷൻ തെറ്റാണ്, റീസൺ ട്രൂ ആണ്. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് ദ പീരീഡിൽ ന്യൂക്ലിയർ ചാർജ് ആൻഡ് ഷീൽഡിങ് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ചാർജിനാണ് ഇഫക്റ്റ്, ഡോമിനേറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാവുക. അതേസമയം ഡൗൺ ദി ഗ്രൂപ്പിൽ ന്യൂക്ലിയർ ചാർജും കൂടും, ഷീൽഡിങ്ങും കൂടും, പക്ഷെ ഡോമിനേറ്റിംഗ് പ്രോപ്പർട്ടി, കൺട്രോളിങ് ക്വാളിറ്റി ആയിട്ട് എടുക്കുക നമ്മൾ ഷീൽഡിംഗ് ആയിരിക്കും. ഇപ്പോൾ ഗ്രൂപ്പിലെ പ്രോപ്പർട്ടി കമ്പയർ ചെയ്യുമ്പോൾ ഷീൽഡിങ്ങിനെ താരമാക്കണം, ഡോമിനേറ്റ് ചെയ്യിക്കണം. അതിൻ്റെ പീരീഡിലാവുന്ന സമയത്ത് നമ്മൾ എന്ത് പറയണം? ന്യൂക്ലിയർ ചാർജും പറയണം. കേട്ടോ? സോ യുവർ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. The arenine ion which is not involved in the bromination of aniline. Bromination of aniline. ഈ അനിലിൻ്റെ ബ്രോമിനേഷൻ ആണ് അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അനിലിൻ്റെ അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ആൻസറിൽ ചോദ്യം ഇത്രയേ ഉള്ളൂ, നോട്ട് ഇൻവോൾവ്ഡ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ നോക്കൂ, NH2 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് പ്ലസ് ആർ ഗ്രൂപ്പാണ്. അത് പ്ലസ് ആർ ഗ്രൂപ്പ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? It simply activates ortho and para positions towards electrophilic attack. ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഓർത്തോയിൽ നെഗറ്റീവ് ചാർജ് വരാം, അപ്പോൾ ഇലക്ട്രോഫൈൽ ഓർത്തോ പൊസിഷനിൽ വരാം. അപ്പോൾ ഇത് ഓക്കെ അല്ലേ? അത് സെറ്റാണ്, കുഴപ്പമില്ല. അപ്പോൾ സി കുഴപ്പമില്ല, മീൻസ് ഇൻവോൾവ്ഡ് ആണ്. പിന്നെ അതിൻ്റെ റെസൊണൻസ് വഴി എന്ത് ചെയ്യാം? അടുത്ത ബോണ്ട് ഈ നെഗറ്റീവ് ഇങ്ങോട്ട് ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ പൈ ബോണ്ട് ഇവിടെ ചടി ഇവിടെയാവും നെഗറ്റീവ് ചാർജ് വരിക. അങ്ങനെ വന്നാൽ അവിടെ പാരാ പൊസിഷനിലും എന്ത് ചെയ്യാം? ഇലക്ട്രോഫൈലിനെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ എ എന്ന സ്ട്രക്ചർ ജനറേറ്റ് ആവും. ഇനി ഈ നെഗറ്റീവ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് ആക്കുന്നു. അതേസമയം ഈ ബോണ്ട് അങ്ങോട്ട് കയറിയിട്ട് വീണ്ടും ഓർത്തോയിൽ എന്ത് ചെയ്യാം? BR വരാം. അപ്പം അങ്ങനെ വന്നാൽ നമുക്ക് ഈ സ്ട്രക്ചർ കിട്ടൂല്ലേ? ഇതിലേ നമുക്ക് കാണുന്ന സ്ട്രക്ചേഴ്സിൽ അല്ല, ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. ഏത്? ബി എന്ന ഓപ്ഷൻ നോക്കിയേ. അവിടെ മെറ്റാ പൊസിഷനിലല്ലേ ബ്രോമിൻ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്? ഓർത്തോ അല്ലെങ്കിൽ പാര, ഈ രണ്ട് ഓപ്ഷൻ നമുക്കല്ല ഇവിടെ ആയിട്ടുള്ളത്, ഓർത്തോ അല്ലെങ്കിൽ പാര. പക്ഷേ ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്നത് മെറ്റാ പൊസിഷനിലാണ് ഇവിടെ ബ്രോമിൻ Br+ എന്ന ഇലക്ട്രോഫൈലിനെ വരച്ചിരിക്കുന്നത്. സോ ഒരിക്കലും അണിലിന്റെ മെറ്റാ പൊസിഷനിൽ Br+ കൊണ്ടുവരാൻ കഴിയില്ല. അണിലിന്റെ ബ്രോമിനേഷൻ ആണ്. അത് പാര പൊസിഷൻ ഓക്കെയാണ്, ഓർത്തോയും ഓക്കെയാണ്, ഈ ഓർത്തോയും ഓക്കെയാണ്. അതേസമയം ഏത് പറ്റൂല? ഇത് മെറ്റാ പൊസിഷൻ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ഇറ്റ് ഈസ് നോട്ട് ഇൻവോൾവ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ബ്രോമിൻ ഈസ് അറ്റ് മെറ്റാ പൊസിഷൻ, ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ NH2 ഗ്രൂപ്പിന്റെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആണ് അത്. പാര ആൻഡ് ഓർത്തോ ആക്ടിവേറ്റഡ്, മെറ്റ നോട്ട്. മെറ്റ ഡിആക്ടിവേറ്റഡ് ആണ് റിലേറ്റീവ്ലി. അതുകൊണ്ട് മെറ്റാ പൊസിഷനിൽ Br അറ്റാക്ക് ചെയ്യുന്നില്ല. അതേസമയം നൈട്രേഷൻ നടത്തുന്ന സമയത്ത് അനിലിൻ്റെ നൈട്രേഷൻ്റെ കേസിൽ എന്തുണ്ട്? മെറ്റാ പ്രോഡക്റ്റ് ഉണ്ട് എന്നത് മറ്റൊരു റിയാലിറ്റിയാണ്. വായ്? ഒരു അനിലിനിയം അയോൺ ഈസ് ഫോംഡ് ത്രൂ വിച്ച് നൈട്രേഷൻ ടേക്സ് പ്ലേസ് ഫോർ മെറ്റാ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ്. ഇനി ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്. ക്രയോലൈറ്റ്, സോഡിയം അലുമിനിയം ഫ്ലോറൈഡ് ശരിയാണ്. ഫ്ലൂറപ്പറ്റൈറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം ഫ്ലോറൈഡ് ശരിയാണ്. ഫ്ലൂർസ്പാർ BF3 തെറ്റാണ്. ഇറ്റ് ഈസ് CaF2 ഫ്ലൂർസ്പാർ. കാർണലൈറ്റ് KCl MgCl.6H2 അതും ശരിയാണ്. അപ്പം നമ്മുടെ അടുത്ത പ്രശ്നം എന്താ അറിയാം? ഇതൊക്കെ എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇതൊക്കെ എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ്. നമുക്ക് പറയപ്പെട്ട സിലബസിലാണോ ഇതെല്ലാം ഉള്ളത്? ഇത് ചാപ്റ്റർ നമ്പർ
7+2 പി ബ്ലോക്കിലെ ഹാലജൻ്റെ ഒക്കറൻസ് പറയുന്ന ഭാഗത്ത് അവരുടെ ഓർസോ മിനറൽസോ ആയിട്ട് കൊടുത്തിട്ടുള്ള ഭാഗത്താണ് ഇത് ഉണ്ടായിട്ടുണ്ടാവുക കേട്ടോ. സോ പി ബ്ലോക്കിൽ ചാപ്റ്ററിൽ എവിടെയാണ് കോമ്പൗണ്ട് സ്റ്റഡിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒക്കറൻസ് ഹാലജൻ്റെ നാച്ചുറലി എക്സിസ്റ്റിംഗ് ഫോംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫ്ലൂറിൻ നമുക്ക് എന്ത് പറയാം, ക്രയോലൈറ്റായിട്ട് എക്സിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫ്ലൂറൈഡ് ഉണ്ട്. അതല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ നേറ്റീവ് ഫോം ആണെങ്കിൽ നാച്ചുറൽ ഒരു മിനറലാണ് ക്രയോലൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയും സ്ഥാപിക്കാം. പിന്നെ ഫ്ലൂറപ്പറ്റൈറ്റ് ഫ്ലൂറിൻ്റെതാണ്, അതല്ലെങ്കിൽ ഫോസ്ഫറസിൻ്റെതാണ് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. പിന്നെ ഫ്ലൂർസ്പാർ കാൽസ്യം ഫ്ലൂറൈഡ് ആണ്, ഫ്ലൂറിൻ്റെ നാച്ചുറലി എക്സിസ്റ്റിംഗ് ഫോം ആണത്. then കാർണലൈറ്റ് അത് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ എന്ത് കാണാം, ഡബിൾ സാൾട്ടിന് എക്സാമ്പിൾ ആയിട്ടും കാണാം. സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ, ഇസ് ഇൻകറക്റ്റ് മാച്ച്. ഇനി മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2, കാറ്റലിസ്റ്റുകളെ മാച്ച് ചെയ്യിക്കാൻ. അല്ലെ കാറ്റലിസ്റ്റ് ആണോ? അല്ല, നമ്മുടെ കാറ്റലിസ്റ്റ് ഉണ്ട്, പിഗ്മെന്റ്, 2 കാറ്റലിസ്റ്റും പിന്നെ വൈറ്റമിൻ ബി ഒക്കെ വരുന്നുണ്ട്. ഇപ്പം ചാപ്റ്റർ ജനറലി ആണ്, പല ഭാഗത്ത് നിന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സീഗ്ലർ നാട്ട കാറ്റലിസ്റ്റ്, അത് ഡി ബ്ലോക്കിൽ കാറ്റലിസ്റ്റിന് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഡി ബ്ലോക്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയുന്നില്ല, നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് ഇല്ലേ, ഡി ബ്ലോക്കിലെ ആപ്ലിക്കേഷൻസിൽ ഉണ്ടാവും. ഡി ബ്ലോക്കിലെ ആപ്ലിക്കേഷൻ ഓഫ് ഡി ആൻഡ് എഫ് മെറ്റൽസിൻ്റെ ആപ്ലിക്കേഷൻ ഭാഗത്ത് കാണാം കാറ്റലിസ്റ്റ് ആയിട്ട് സീഗ്ലർ നാട്ട കാറ്റലിസ്റ്റ്. അതല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ടിലും സീഗ്ലർ നാട്ട പോളിമറൈസേഷൻ എന്തുണ്ട്, സീഗ്ലർ നാട്ട കാറ്റലിസ്റ്റ് ആയിട്ട് ടൈറ്റാനിയം കോംപ്ലക്സ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സീഗ്ലർ നാട്ട എക്ക് നമ്മൾ ഏത് കൊടുക്കാം, 4 കൊടുക്കാം, A4 കൊടുക്കാം. ടൈറ്റാനിയം ടെട്രാ ക്ലോറൈഡ് ആൻഡ് ട്രൈ ഈതൈൽ അലുമിനിയം. സീഗ്ലർ നാട്ട കാറ്റലിസ്റ്റ് ആരാണ്, ടൈറ്റാനിയം ടെട്രാ ക്ലോറൈഡ് ആൻഡ് ട്രൈ ഈതൈൽ അലുമിനിയം, ET ത്രൈസ് AL എന്ന് പറയും കേട്ടോ. അതാണ് സീഗ്ലർ നാട്ട കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ബ്ലഡ് പിഗ്മെന്റ്, അതിലെന്താ ഹീമോഗ്ലോബിൻ അല്ലേ, അത് അയൺ ആണ്. അപ്പോൾ A4 വരുന്ന ഓപ്ഷൻ ഒന്നേ ഉള്ളൂ അല്ലേ. ഷോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ, ലോക്ക് ചെയ്യാം. ദെൻ ബ്ലഡ് പിഗ്മെന്റ് അയൺ അല്ലേ, സോ B3. ദെൻ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് റോഡിയം കോംപ്ലക്സ് ആണ്, സോ C1. ആൻഡ് വൈറ്റമിൻ ബി കൊബാൾട്ട് അല്ലെ, വൈറ്റമിൻ B12 സൈനോ കൊബാളമിൻ അല്ലേ, സോ D2. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. മാച്ചിങ് എളുപ്പമായിരുന്നു തോന്നുന്നു. ശരി, അടുത്ത ക്വസ്റ്റിലേക്ക്. The interaction between pi bond and lone pair of electrons present on an adjacent atom is responsible for pi bond and lone pair. Pi bond and lone pair, അത് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഇപ്പോൾ ബെൻസീൻ റിങ്ങിൽ അനിലിന് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞില്ലേ, ഇതാ ഈ ലോൺ പെയറും പൈ ബോണ്ടും, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പൈ ബോണ്ട് ആൻഡ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഓൺ അഡ്ജസന്റ് ആറ്റംസ്. ഈ കാർബണിന്റെ പൈ ബോണ്ടും ആ നൈട്രജന്റെ ലോൺ പെയറും തമ്മിൽ എന്തുണ്ടാക്കും, റെസൊണൻസ് ഇഫക്റ്റ്. ഇറ്റ് ഈസ് കോൾഡ് റെസൊണൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് അമിനോ ആസിഡ് ഒബ്റ്റൈൻഡ് ബൈ ഹൈഡ്രോളൈസ് ഓഫ് പ്രോട്ടീൻസ്. സിമ്പിൾ വേർഡ് ആണ്, സിംഗിൾ വേർഡ് ആണ്, സിമ്പിൾ ഡയറക്റ്റ് ഫാക്ട് അല്ലേ. ആൽഫ അമിനോ ആസിഡ്, പ്രോട്ടീൻസ് ആർ പോളിമർ ഓഫ് ആൽഫ അമിനോ ആസിഡ്സ്. ഒറ്റ വാക്കിൽ തീർന്നത്. വാട്ട് ഈസ് പ്രോട്ടീൻ? പ്രോട്ടീൻസ് ആർ പോളിമർ ഓഫ് ആൽഫ അമിനോ ആസിഡ്. അപ്പോൾ സംശയമായി ബീറ്റ അമിനോ ആസിഡും ഗാമ അമിനോ ആസിഡും ഡെൽറ്റയൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ട് എന്ന് NCERT-യിലുണ്ട്, ബയോമോളിക്യൂൾ എഴുതിയിട്ടുണ്ട്. ബേസ്ഡ് ഓൺ റിലേറ്റീവ് പൊസിഷൻ ഓഫ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് NH2 ഗ്രൂപ്പ്സ് അമിനോ ആസിഡ്സ് ആർ ആൽഫ ബീറ്റ എന്ന് പറയുന്നുണ്ട്. ഈ COH അറ്റാച്ച് ചെയ്ത ഫസ്റ്റ് കാർബൺ ആണ് ആൽഫ കാർബൺ. ഇത് ബീറ്റ, ഇത് ഗാമ, ഇത് ഡെൽറ്റ, ഇത് എപ്സിലോൺ ആൻഡ് സോ ഓൺ, അങ്ങോട്ട് അങ്ങനെ പോകും. ഈ കാർബണിലാണ് NH2 വന്നതെങ്കിൽ അതിന്റെ പേരാണെന്ത്? ആൽഫ അമിനോ ആസിഡ്. അതിന്റെ പേര് ആൽഫ അമിനോ ആസിഡ്. ഈ ബീറ്റയിൽ വന്നാലോ ബീറ്റ അമിനോ ആസിഡ്, ഇവിടെ ഗാമയിൽ വന്നാലോ ഗാമ അമിനോ ആസിഡ്, അങ്ങനെ എപ്സിലോണിൽ വന്നാലോ എപ്സിലോൺ അമിനോ ആസിഡ്. അതിന് എക്സാമ്പിൾ ആണ് NH2 CH2 5 ടൈംസ് COOH, എപ്സിലോൺ അമിനോ കാപ്രോയിക് ആസിഡ്. അമിനോ കാപ്രോയിക് ആസിഡ് അതിൻ്റെ എക്സാമ്പിൾ, അത് എപ്സിലോൺ ടൈപ്പിലെ എക്സാമ്പിൾ ആണ്. അപ്പോൾ അമിനോ ആസിഡ് നമ്മളുടെ അറിവിൽ എല്ലാം ആൽഫയാന്ന് വിചാരിക്കണ്ട. പ്രോട്ടീനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ ആൽഫയെ കുറിച്ച് പഠിച്ച്, എല്ലാ അമിനോ ആസിഡും ആൽഫയല്ല, പ്രോട്ടീൻ ഉണ്ടായിട്ടുള്ളതെല്ലാം എവിടെ നിന്നാണ്? ആൽഫയിൽ നിന്നാണ്. പ്രോട്ടീൻസ് ആർ പോളിമർ ഓഫ് ആൽഫ അമിനോ ആസിഡ്സ് ഓർ ദീസ് ആർ പോളിപെപ്റ്റൈഡ്സ് എന്നും പറയാം. പോളിപെപ്റ്റൈഡ്സ് വിത്ത് മോർ ദാൻ 100 അമിനോ ആസിഡ്സ് ആർ കോൾഡ് പ്രോട്ടീൻസ്. ശരി, അത് ബയോമോളിക്യൂളിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഗിവൺ ബിലോ 2 സ്റ്റേറ്റ്മെന്റ്സ് അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ് ആണ്. അറൈൽ ഹാലൈഡ്സ്
cannot be prepared by replacement of hydroxyl group of phenol by halogen. ഫീനോളിന്റെ OH റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഹാലജനെ കൊണ്ടുവരാൻ കഴിയില്ല. ശരിയല്ലേ? ഫീനോളിന്റെ OH ആ ഓക്സിജന് ഫീനോൾ ബെൻസ് റിങ്ങുമായിട്ട് റെസൊണൻസ് വഴി ഡബിൾ ബോണ്ട് സ്ട്രെങ്ത്തിൽ എക്സ്ട്രാ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണത്. ആ OH സിമ്പിളി ക്ലോറിൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്ന പറഞ്ഞാൽ നടക്കില്ല. അത് ഫിനോൾസിന്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫിനോൾസിന്റെ OH റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ വരുത്തണമെങ്കിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ആണ്. അറൈൽ ഹാലൈഡ്സ് നെവർ അണ്ടർഗോസ് ഓർ വെരി ഹാർഡ് എന്താ പറയുക വെരി ഡിഫിക്കൽട്ട് ആണ്. ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു കണ്ടക്ട് ദ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അറൈൽ ഹാലൈഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ അറൈൽ കോമ്പൗണ്ട്സ് റീസണായിട്ട് പറയുന്നതാണ് അത് റെസൊണൻസ് കൊണ്ട് എക്സ്ട്രാ സ്ട്രെങ്തനിങ് ഡബിൾ ബോണ്ട് സ്ട്രെങ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ഒരു കേസിൽ OH റീപ്ലേസ് ചെയ്യുക. അതിൽ ഇപ്പോൾ ക്ലോറോബെൻസീൻ തന്നെ ക്ലോറോബെൻസീനിന് ക്ലോറിൻ ബെൻസിൻ റിങ്ങിനോട് ഉണ്ടാക്കുന്നതിനേക്കാളും സ്ട്രോങ് റെസൊണൻസ് ആർക്കും ഉണ്ടാക്കാൻ പറ്റും? OH ഉണ്ടാക്കാൻ പറ്റും. അത് വേറെ കാര്യം. ആ ക്ലോറോബെൻസീനും ഫീനോളും കമ്പയർ ചെയ്യുന്ന സമയത്തില്ലേ ഇവിടുത്തെ ക്ലോറോബെൻസീനും ഫീനോളും കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്ലോറോബെൻസീൻ്റെ ക്ലോറിനെ റീപ്ലേസ് ചെയ്യാൻ വരെ വലിയ ഡിഫിക്കൽട്ടാണ്. ഇത് ഡു നോട്ട് അണ്ടർഗോസ് അല്ലേ? റീസൺ ഈ ഡബിൾ ബോണ്ട് ക്യാരക്ടർ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനേക്കാളും സ്ട്രോങ് റെസൊണൻസ് ഉണ്ടാക്കും ആര്? OH ഗ്രൂപ്പ്. ക്ലോറിൻ ബെൻസിൻ റിങ്ങുമായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും സ്ട്രോങ് റെസൊണൻസ് OH ബെൻസിൻ റിങ്ങുമായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ വന്നാൽ ഈ ബോണ്ട് എക്സ്ട്രാ സ്ട്രോങ് ആണ്, ഹൈലി സ്ട്രോങ് ആണ്, സ്റ്റേബിൾ ആണ്. യു കനോട്ട് ബ്രേക്ക് ഇറ്റ് ബൈ ഹാലജൻ. അപ്പോൾ അതിനെ ക്ലോറോബെൻസിനാക്കാൻ വലിയ പ്രയാസമാണ്. സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇനി റീസൺ ഫിനോൾ റിയാക്ട് വിത്ത് ഹാലജൻ ആസിഡ്സ് വയലന്റ്ലി. ഫിനോള് HCl അല്ലേ ഹാലജൻ ആസിഡുമായിട്ട് നല്ലപോലെ റിയാക്ട് ചെയ്യും എന്നൊക്കെ കൊടുക്കുന്നത് നടക്കുമോ? സാധ്യത ഒട്ടുമില്ല. നോ റിയാക്ഷൻ എന്ന് പറയാം. ഒന്ന് HCl ആസിഡാണ്. ആസിഡ് റിയാക്ഷൻ ഇയാളൊരു ബേസ് ആണോ? അത് ബേസ് ഒന്നുമല്ല. പിന്നെ ഉള്ളത് HCl H+ ആൻഡ് Cl- ആ. ഈ Cl- എന്നിട്ട് OH റീപ്ലേസ് ചെയ്യോ? അതും പറ്റൂല, അതും നടക്കൂല. അപ്പോൾ ആസിഡിന് റിയാക്ട് ചെയ്യാനുള്ള ഒരു ബേസ് അല്ല ഇയാള്. രണ്ട് Cl- എന്ന ന്യൂക്ലിയോഫൈലിന് റീപ്ലേസിന് പറ്റുന്ന ഒരു ലിവിങ് ഗ്രൂപ്പ് അല്ല OH മീൻസ് ഇക്കാര്യത്തിൽ ഈ കേസിൽ. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? വയലന്റിലെ എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അവിടെ റിയാക്ഷൻ ഒട്ടും ഇല്ല എന്നതാണ് റിയാലിറ്റി. നോ റിയാക്ഷൻ. അപ്പോൾ അസേഷൻ ട്രൂ, റീസൺ ഫാൾസ്. ഗിവൺ ഓപ്ഷൻസിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? ഇനി അസേഷൻ ട്രൂ, റീസൺ ഫാൾസ്. നൗ ഇന്റഗ്രൽ ടൈപ്പ് ആണ്. A solution of H2SO sulfur is 31.4% H2SO sulfur by mass and has a density of 1.25 gram per ml. The molarity of H2SO sulfur solution is nearest integer പറഞ്ഞാൽ മതി. ഇവിടെ നമുക്കറിയാം മൊളാരിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്, മൊളാരിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക, മൊളാരിറ്റി മാസ് പെർസെൻറ്റ് റിലേഷൻ പഠിച്ചു വെച്ചിട്ടില്ലേ? ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ? മൊളാരിറ്റി ഈക്വൽ ടു മാസ് പെർസെൻറ്റേജ് ഇൻറ്റു mass percent into density into 10 by molecular mass. Mass percent എത്രയാ? 31.4 into density എത്രയാ? 1.25 into 10 divided by 98. Direct question ആണ്, direct substitute ചെയ്യുക. So the answer will be will get 4 എന്നൊരു ഓപ്ഷൻ കിട്ടൂല്ലേ? ഈ 1.25 എന്ന് പറഞ്ഞാൽ 5/4 ആണ്. 5/4. അപ്പോൾ ഇവിടെ നമുക്കിത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 8 40 പിന്നെ 98 മീൻസ് സപ്പോസ് 100. സോ 4 അല്ലേ? ഇറ്റ് 4 മോളാർ എന്ന ആൻസർ വരും. 4 മോളാർ ഓപ്ഷൻ. അവിടെ ഓപ്ഷൻ ഇല്ല, ബട്ട് ആൻസർ ഫില്ല് ചെയ്താൽ മതി. നിയറസ്റ്റ് കാൽക്കുലേഷൻ കുറച്ച് ഫൈൻ ആവണേ, നല്ല ശ്രദ്ധിച്ചാണ് ചെയ്യണം കേട്ടോ. ശരി, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. മീൻസ് ഐ തിങ്ക് ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തതിൻ്റെ ഒരു ഈസ് അവിടെ കിട്ടിയിട്ടുണ്ടാവും. മാസ് പെർസെൻറ്റ് ഡെൻസിറ്റി ഇൻറ്റു 10 by molecular weight. അടുത്ത ക്വസ്റ്റ്യൻ. The number of species from the following which are paramagnetic and with bond order equal to 1. Paramagnetic and bond order equal to 1. പാരാമാഗ്നറ്റിക് ആവണം, ബോണ്ട് ഓർഡർ 1 ആവും വേണം അല്ലേ? ഫസ്റ്റ് വൺ ഹൈഡ്രോജൻ. ഹൈഡ്രോജൻ 2 ഇലക്ട്രോൺ ആണ് ഉള്ളത്, 1s1. അപ്പോൾ H2 മോളിക്യൂൾ 2 ഇലക്ട്രോൺ ഉണ്ടാവും. അത് സിഗ്മ 1s2. ആള് ഡയാമാഗ്നറ്റിക് ആണ്. ആൻഡ് അഗൈൻ ബോണ്ട് ഓർഡർ 1 ആ വരിക.
അപ്പോൾ നമുക്ക് വേണ്ട ആൻസർ ആണോ? അല്ല. പിന്നെ ഹീലിയം +2, ഹീലിയം He2 പ്ലസ്, ഹീലിയം 2 ഇലക്ട്രോണാണ് ഉണ്ടാവുക. അപ്പോൾ He2 4 ഇലക്ട്രോൺ ആയിട്ടുണ്ടാവും. അപ്പോൾ He2 പ്ലസ് 3 ഇലക്ട്രോണാണ് ഉണ്ടാവുക, 3 ഇലക്ട്രോൺ. അപ്പോൾ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1 എന്ന് വരും. അപ്പോൾ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ വന്നതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ആള് പാരയാണ്, പാര. പക്ഷേ ബോണ്ടിങ്ങിൽ 2 ഇലക്ട്രോൺ, ആന്റി ബോണ്ടിങ്ങിൽ 1 ഇലക്ട്രോൺ. 2 - 1/2 ഇറ്റ് ഈസ് ഹാഫ്. സോ ബോണ്ട് ഓർഡർ 0.5 ആണ് ബോണ്ട് ഓർഡർ വരിക. അതുകൊണ്ട് പാരമായി, പക്ഷേ ബോണ്ട് ഓർഡർ 1 അല്ല. ഇനി O2 പ്ലസ്, O2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആള് ഡയാമാഗ്നറ്റിക് അല്ലേ. O2 പ്ലസ് ആൻഡ് O2 പ്ലസ് വരുന്ന സമയത്ത് ബോണ്ട് ഓർഡർ 2.5 വരും ആൻഡ് ഈസ് പാരാമാഗ്നറ്റിക്. O2 അല്ല, O2 പ്ലസ് ആണ്. ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ആൻഡ് ബോണ്ട് ഓർഡർ 2.5. ഇനി N2 2 മൈനസ് അതിൽ N2 2 ചെയ്ത് നോക്കൂ. ഇറ്റ് ഈസ് സിമ്പിൾ ഡയാമാഗ്നറ്റിക്, സിമ്പിൾ ഈക്വൽ ടു O2 ആയിരിക്കും അല്ലേ. N2 2 എന്ന് പറഞ്ഞാൽ അത് ഡയാമാഗ്നറ്റിക് ആണ്, ബോണ്ട് ഓർഡർ 2 വരും. ഡയാമാഗ്നറ്റിക് ആൻഡ് ബോണ്ട് ഓർഡർ 2. അത് ചെയ്ത് നോക്കണം കേട്ടോ. ടോട്ടൽ 16 ഇലക്ട്രോൺസ് ഉണ്ടാവും. കോൺഫിഗറേഷൻ അറിയില്ലേ? O2 2 ഫ്ലൂറിന് ഇക്വലന്റ് ആണ്. ഇറ്റ്സ് അഗൈൻ ഡയാമാഗ്നറ്റിക് ബട്ട് ബോണ്ട് ഓർഡർ 1 വരും. O2 2 അവിടെ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 then സിഗ്മ 2pz2 pi 2px2 pi 2py2 pi സ്റ്റാർ 2px2 pi സ്റ്റാർ 2py2 എന്ന് വരുന്ന കേസിൽ അത് ഡയാമാഗ്നറ്റിക് ആയിട്ടുണ്ടാവും. then ബോണ്ട് ഓർഡർ 1 ആണ്. ഇനി അതിൽ ആരാ ഉള്ളത്? F2 is again same as that of O2 2 ആണ്. F2 it's again diamagnetic and 1 ആണ് വരിക. പിന്നെ നിയോൺ to Ne2 2+, Ne2 1+, Ne2 1+. ഈ ഫ്ലൂറിനേക്ക് എന്ത് ചെയ്യാണ് നമ്മൾ? 2 ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നുണ്ട്. 2 ഇലക്ട്രോൺ ആഡ് ചെയ്താൽ Ne2 ആയിട്ടുണ്ടാവും, പക്ഷെ 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്, +1 ആയിട്ടില്ലേ. അപ്പോൾ അവിടെ നമുക്ക് ആള് പാരാമാഗ്നറ്റിക് ആണ് ആൻഡ് ബോണ്ട് ഓർഡർ എത്ര വരിക? ഇറ്റ് ഈസ് 0.5 ആണ് നിയോൺ 2+1ന്റെ ബോണ്ട് ഓർഡർ വരിക. ആൻഡ് ഫൈനലി B2 ബോറോണിന്റെ കേസ്. ബോറോണിന്റെ എങ്ങനെ പറയാം? ബോറോണിന്റെ ആറ്റോമിക് നമ്പർ 5 അല്ലേ. 5 + 5 10 ഇലക്ട്രോൺസ് ഉണ്ടാവും. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2. അപ്പോൾ എത്ര ഇലക്ട്രോൺ ആയി? ആകെ 10 ഉണ്ടാവുക. 2 4 6 8 ഇലക്ട്രോൺസ് ആയിട്ടുണ്ട്. 8. ഇവിടെ pi 2px1 pi 2py1. അപ്പോൾ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ. സോ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. ബോണ്ട് ഓർഡറോ ഇവിടെ 2 4 6 7 8 അല്ലേ. Okay, it is 8 electrons. 8 minus 2 plus 2 4 electrons. Sorry, നമ്മുടെ ടോട്ടൽ ബോണ്ടിങ്ങിൽ എത്ര വരിക? ബോണ്ടിങ്ങിൽ 2 4 6 ഇലക്ട്രോൺസ്. ബോണ്ടിങ്ങിൽ 6 ആണ്. 6 മൈനസ് ആന്റി ബോണ്ടിങ്ങിലാണ് 2 + 2 4 വരിക. സോ 6 - 4/2 ഇറ്റ് ഈസ് 1. ശരിയല്ലേ? സോ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ആൻഡ് 1 ഇലക്ട്രോൺ. അപ്പോൾ ഈ തന്നിട്ടുള്ള സ്പീഷീസുകളിൽ ഹൈഡ്രജൻ ഡയാമാഗ്നറ്റിക് ആൻഡ് ബോണ്ട് ഓർഡർ 1 ആണ്. He2+ പാരയാണ്. then bond order 0.5. O2+ para, bond order 2.5. then nitrogen N2 2- diamagnetic and bond order 2. then O2 2- dia but 1. then F2 dia and 1. Ne2+ para but it is 0.5 and B2 para and 1 bond order 1. നമ്മൾ ചോദിച്ചത് എന്താണ്? പാരാമാഗ്നറ്റിക് വിത്ത് ബോണ്ട് ഓർഡർ equal to 1. it is only 1. ഒരേ ഒരാളുള്ളത് തന്നതിൽ ഒരാൾ മാത്രമാണ് ഈ കണ്ടീഷൻസ് സെറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് എമംഗ് ദ ഫോളോയിങ് വിച്ച് കണ്ടെയ്ൻ സൾഫർ ആസ് ഹെറ്ററോ ആറ്റം. സൾഫർ ആസ് ഹെറ്ററോ ആറ്റം. അപ്പോൾ ഏതൊക്കെ വരെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഫ്യൂറാൻ. ഫ്യൂറാന്റെ പടം നമ്മൾക്ക് അറിയാം, ബയോമോളിക്കുലർ പഠിച്ചവർക്ക് അറിയാം. ഫ്യൂറാൻ ഇതിൽ സൾഫർ ഉണ്ടോ? ഇല്ല, ഓക്സിജൻ ആണ്. ശരിയല്ലേ? തയോഫീൻ. അല്ല, തയോഫീൻ, തയോ ആ പേരിൽ തന്നെ ഉണ്ട്. തയോഫീൻ. യെസ്, അപ്പോൾ ഇത് ആൾക്കുണ്ട്, തയോഫീൻ ഉണ്ട്. ദെൻ പിരിഡിൻ.
പീരിയഡിൽ നൈട്രോജൻ ആവുള്ളത്, നൈട്രോജൻ. അപ്പോൾ സൾഫർ ഇല്ല. പൈറോൾ, വാട്ട് ഈസ് പൈറോൾ? ഇനി അതിലും സൾഫർ ഇല്ല. സിസ്റ്റീൻ, സിസ്റ്റീൻ അമിനോ ആസിഡ് ആണ്. സിസ്റ്റീൻ അമിനോ ആസിഡ് ആണ്. അമിനോ ആസിഡിന്റെ COOH then HNH2 അതിൽ ആർ പാർട്ട് ഇല്ലേ, ആ ആർ പാർട്ട് സിസ്റ്റീൻ എന്താ വരിക? ഇറ്റ് ഇസ് CH2SH, CH2SH. യെസ്, സൾഫർ ഇതിനകത്തുണ്ട്. ദെൻ തൈറോസിൻ ആണെങ്കിലോ അതിൽ HNH2COOH. തൈറോസിന്റെ ആർ പാർട്ട് എന്താ വരാറുള്ളത്? ഇറ്റ് ഇസ് CH2C6H4OH അല്ലേ? ഓക്കെ, ഇറ്റ് ഇസ് തൈറോസിൻ. അപ്പൊ സൾഫർ ഉള്ള ആൾ എത്ര ഉള്ളത്? തയോഫിൻ ആൻഡ് സിസ്റ്റീൻ ഇറ്റ് ഈസ് 2, രണ്ടാളുകളാണ് ഉള്ളത്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. The mass of zinc produced by the electrolysis of zinc sulfate solution with a steady current of 0.015 ampere for 15 minutes is. സിങ്കിന്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. സിങ്കിന്റെ ഇലക്ട്രോളൈസിസ് അല്ലേ? Zn2++2 ഇലക്ട്രോൺ ഗീവ്സ് Zn എന്ന് പറഞ്ഞാൽ 2 മോള് ഇലക്ട്രോൺ അഥവാ 2 ഫാരഡേ ചാർജ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 65.4 ഗ്രാമിന് ഡെപ്പോസിറ്റ് ചെയ്യിക്കാൻ പറ്റും 2 ഫാരഡേ കൊണ്ട്. അപ്പോൾ 1 ഫാരഡേ കൊണ്ട് നിങ്ങൾക്ക് എത്ര പറ്റും? 1 ഫാരഡേ കൊണ്ട് എത്ര പറ്റും? 65.4/2 ഗ്രാം. നമ്മൾ പറഞ്ഞത് 0.015 ആംപിയർ ആണ് കറണ്ട് ഉള്ളത് 15 മിനിറ്റ്. ദാറ്റ് ഇൻറ്റു 15 ഇൻറ്റു 60 സെക്കൻഡ്സ്. ഇതാണ് എന്ത്? അപ്പോൾ ഇത്രയും കൂളോംബ് കിട്ടി നമുക്ക് ചാർജ്. Q is equal to, അപ്പോൾ അത് എത്ര ഫാരഡേ എന്ന് പറയാൻ പറ്റുമോ? സോ 0.015 ഇൻറ്റു 15 ഇൻറ്റു 60/96500 ഫാരഡേസ്. അപ്പം അത്രയും ഒരു ഫാരഡേ കൊണ്ട് ഇത്രയും മാസ് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കാമെങ്കിൽ ഇത്ര ഫാരഡേ കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 0.015 ഇൻറ്റു 15 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 96500 ഇൻറ്റു 65.4/2. ഓക്കെ, സോ സോൾവ് ചെയ്താലും കിട്ടുക ഇറ്റ് ഈസ് 45.75 ഇൻറ്റു 10⁻⁻⁴. അപ്പോൾ ഇന്ന് റൗണ്ട് 46 ആണ് ആൻസർ വരും. 46 ഇൻറ്റു 10⁻⁻⁴ അല്ലേ? 10⁻⁻⁴. നമുക്ക് വേണ്ട ആൻസർ എന്തിലാണ്? 46 കൊടുക്കാം ആൻസർ ആയിട്ട്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഇവിടെ സിങ്ക് ആയതുകൊണ്ട് 1 ഫാരഡേ കൊണ്ട് 65.4/2 ഗ്രാം ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ടോട്ടൽ ഫാരഡേസ് കണ്ടുപിടിച്ച് 0.015 I ഇൻറ്റു നമ്മളിത് കൊടുത്ത് ടൈം കൊടുത്തു, IT കണ്ടു, Q ചാർജ് ക്യൂളോംബിൽ കണ്ടിട്ട് എന്ത് ചെയ്തു? ഫാരഡേസിലേക്ക് മാറ്റാൻ ബൈ 96500 കൊടുക്കുക. നൗ 1 ഫാരഡേക്ക് ഇത്ര ചെയ്യുമെങ്കിൽ ഇത്രയും ഫാരഡേക്ക് ദാറ്റ് ഇൻറ്റു 65/2 കൊടുക്കുക. The final answer is 46 into 10⁻⁻⁴ gram. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The osmotic pressure of a dilute solution is 7 into 10⁵ Pascal at 273 Kelvin. Osmotic pressure, the same solution at 283 Kelvin is. Pi is equal to CRT. കോൺസെൻട്രേഷൻ മാറിയാലും T മാറിയാലും ആര് മാറും? ഓസ്മോട്ടിക് പ്രഷർ മാറും. പക്ഷെ ഇവിടെ നമ്മോട് പറഞ്ഞ എന്താണ്? സെയിം സൊല്യൂഷനാണ്. അപ്പോൾ C ഒരു കോൺസ്റ്റന്റാ ആൻഡ് ആൾസോ R ഓൾറെഡി ഒരു കോൺസ്റ്റന്റാ. അപ്പോൾ അങ്ങനെ വന്നാൽ പൈ പ്രൊപ്പോർഷണൽ ടു T എന്ന് വരും. പൈ പ്രൊപ്പോർഷണൽ ടു T. അതുകൊണ്ട് പൈ 1/T1 is equal to പൈ 2/T2. ശരിയല്ലേ? ഫ്രം ദിസ് വാട്ട് ഈസ് പൈ 2 equal to പൈ 1/T1 into T2. 7 into 10⁵5 into 283/273. 283/273. അപ്പോൾ എത്ര ആൻസർ വരിക? ഇറ്റ് ഈസ് 72.53 into 10⁴. ഓക്കെ, റൗണ്ട് ചെയ്തോളുക. അപ്പോൾ 75 എന്ന് കൊടുക്കുക, 73 എന്ന് കൊടുക്കുക അല്ലേ? യെസ്, 73 ആണ് ഫൈനൽ ആൻസർ വരിക കേട്ടോ. 73 into 10⁻⁴.
4 Newton per meter square. So final answer നമുക്ക് 73 എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ എന്ത് കോൺസെപ്റ്റ് എന്തുള്ളൂ? ഓസ്മോട്ടിക് പ്രഷർ ആണ്. For the same solution concentration സെയിം ആയിരിക്കും. R ഓൾറെഡി ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. പിന്നെ ആകെ വേരിയബിൾ ആരാണ്? ടെമ്പറേച്ചർ മാത്രമാണ്. So you can use this relation pi1 by T1 is equal to pi2 by T2. Now the answer is 73. ഇനി the number of compounds with one lone pair of electrons on the central atom among the following is number of compound with one lone pair. The first one ozone. Okay, the central atom with one lone pair. അപ്പോൾ ഇത് പറ്റും. ഓക്കെ ആണ്. H2O ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. H2O central atom with 2 lone pair ആണ്. and ഇത് പറ്റൂല. Then SF4 സൾഫറിന്റെ വാലൻസ് 6 ഇലക്ട്രോൺസ് ആണ്. സൾഫറിന്റെ വാലൻസിൽ 6 ഇലക്ട്രോൺസ് ആണ്. സോ വാലൻസ് 6 വരുമ്പോൾ 4 എണ്ണമാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലൂറിനോട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഫ്ലൂറിൻ അല്ലേ? 4 എണ്ണം ഫ്ലൂറിൻ ഫോം ചെയ്തിട്ടുണ്ടാവും ബോണ്ട്. ഒരെണ്ണം ലോൺ പെയർ ആയിട്ട് അവിടെ ഉണ്ടാവും അല്ലേ? അപ്പം നമുക്ക് ടോട്ടൽ 5 ഇലക്ട്രോൺ പെയറിൽ യെസ്. അപ്പോൾ ഇയാളെ നമുക്ക് എടുക്കാം. ClF3 ക്ലോറിന്റെ വാലൻസിൽ 7 ഇലക്ട്രോൺസ് ഉണ്ടാവും. 7 3 എണ്ണമാണ് ബോണ്ട് ആയിട്ടുണ്ടാവുക. 7 3 എണ്ണം ബോണ്ട് ആയിട്ടുണ്ടാവും. F. ഇനി 4 എണ്ണം 2 ലോൺ പെയർ ആയിരിക്കും. അതുകൊണ്ട് ClF3 വേണ്ട. ഇനി NH3 നൈട്രോജനിൽ ടോട്ടൽ 5 ഇലക്ട്രോണിൽ 3 എണ്ണം ബോണ്ട് പെയർ ആയിട്ടുണ്ട്. ഒരെണ്ണം ലോൺ പെയർ. യെസ്, ഇത് അമോണിയ. BrF5 ബ്രോമിന്റെ വാലൻസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവുക? 7 ഇലക്ട്രോൺ. 7 5 എണ്ണം എന്താണ്? 5 എണ്ണം ബോണ്ട് ആയിട്ടുണ്ട് അല്ലേ? F. ദെൻ ഒരെണ്ണം ലോൺ പെയർ. അതുകൊണ്ട് BrF5 സെറ്റ് ആണ്. ഇനി XeF4 അല്ലേ? സെനോന്റെ കേസിൽ വാലൻസിൽ 8 ഇലക്ട്രോണിൽ 8 എണ്ണം 4 എണ്ണം ബോണ്ടഡ് ആണ്. 4 എണ്ണം ബോണ്ടഡ്, ബാക്കി 4 എണ്ണം 2 ലോൺ പെയർ. അതുകൊണ്ട് നമുക്ക് അത് പറ്റൂല. സോ ആൻസർ 1 2 3 4 അല്ലേ? 1 2 3 4 ആൻസർ ഉണ്ട്. 4 എണ്ണം. Ozone, CSF4 and NH3 and BrF5. Next one. For the reaction N2O4 gives 2NO2 Kp equal to 0.492 atm at 100 Kelvin. Kc for the reaction same temperature is. The reaction Kp case relation delta N is equal to 2 minus 1. It is equal to 1. ശരിയല്ലേ? So what is Kc or Kp? Kp equal to Kc into RT raised to delta N. From this, what is Kc? Kc equal to Kp by RT. What is Kp? 0.492 by R എത്ര വരിക? atm അല്ലേ? 0.082 into temperature is 300 Kelvin. 300 Kelvin. So here the answer is, solve ചെയ്ത് നോക്കൂ. 2 into 10 raised to minus 2. 2 into 10 raised to minus 2. The answer is 2. Okay. എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ? Kp is relation അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം ദ കോമ്പൗണ്ട്സ് ഗിവൺ ബിലോ നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് വിച്ച് ഗിവ് പോസിറ്റീവ് ഫില്ലിംഗ്സ് ടെസ്റ്റ് ഈസ്. പോസിറ്റീവ് ഫില്ലിംഗ്സ് ടെസ്റ്റ്. ഈ ഫില്ലിംഗ് ടെസ്റ്റും ടോളറൻസ് ടെസ്റ്റും കാണിക്കുന്നത് ആരാ? ആൽഡിഹൈഡ്സ് കാണിക്കും. ആ ഫില്ലിംഗ്സ് ഫില്ലിംഗ്സ് തന്നാൽ ഫില്ലിംഗ്സ് A ആൻഡ് B ആണ്. കോപ്പർ സൾഫേറ്റ് ആൻഡ് സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ് ആണ് വരുന്നത്. ദെൻ സിൽവർ നൈട്രേറ്റിന്റെ സൊല്യൂഷൻ വരുന്നത് ടോളറൻസ് ഏജന്റ് ആണ്. ഈ ടോളറൻസിനകത്തുള്ള Ag പ്ലസ് എന്താണ്? കോപ്പർ സൾഫേറ്റിന്റെ Cu2+നേക്കാളും സ്ട്രോങ് ഓക്സിഡൈസിങ് ആണ് എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് സൊല്യൂഷൻ ടോളറൻസിനേക്കാളും കുറച്ചും കൂടെ വീക്കർ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഫില്ലിംഗ് സൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്നത് ആൽക്കൈൽ ആൽഡിഹൈഡിന് അലിഫാറ്റിക് ആൽഡിഹൈഡിന് എന്ത് ചെയ്യാം? ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. അരോമാറ്റിക്കിന് പറ്റില്ല, കീറ്റോൺസിനെയും പറ്റില്ല. സോ ബെൻസാൾഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യാൻ ആർക്കാവില്ല? ഫില്ലിംഗ് സൊല്യൂഷന് ബെൻസാൾഡിഹൈഡിനെ ചെയ്യാൻ കഴിയില്ല. അസറ്റാൽഡിഹൈഡിനെ ചെയ്യാം. CH3CHO. അസറ്റോൺ കീറ്റോൺ ആണ്, പറ്റൂല. അസറ്റോഫിനോൺ കീറ്റോൺ ആണ്, പറ്റില്ല. Then methanol, yes it is aldehyde, HCHO ചെയ്യാൻ കഴിയില്ലേ? 4-nitrobenzaldehyde means aromatic aldehyde പറ്റൂല.
ഹെക്സൈൻ കാർബാൾഡിഹൈഡ്. അതെന്താണ്? അലിഫാറ്റിക് തന്നെയാണ് CHO. അപ്പോൾ അയാൾക്ക് പറ്റും. അപ്പോൾ 1, 2, 3 ആളുകൾക്ക് 3 ആളാണ് ഇതിൽ ടെസ്റ്റ് കാണിക്കുക. 1 അസറ്റാൽഡിഹൈഡ്, 2 മെഥനാൽ, 3 സൈക്ലോഹെക്സൈൻ കാർബാൾഡിഹൈഡ്. 3 ആളുകൾ. ശരി. ഇനി consider the given reaction, the total number of oxygen atoms present per molecule of the product P is. Ozonolysis ആണ് റിയാക്ഷൻ. ഓസോണോളൈസിസിൽ ഈ ബോണ്ടും ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് എഴുതുന്ന സമയത്ത് on ozonolysis the product formed is, അല്ലേ? ഓസോണൈഡ് ഫോം ചെയ്തതിന് ശേഷം CH3 CH ഡബിൾ ബോണ്ട് O പ്ലസ് CH3 CH ഡബിൾ ബോണ്ട് O എന്ന് പറഞ്ഞാൽ 2 മോള് അസറ്റാൽഡിഹൈഡ് ഉണ്ടാവും. 2 മോള് അസറ്റാൽഡിഹൈഡ്. ബോണ്ട് ബ്രേക്ക് ചെയ്യുക, O അപ്പുറത്തും ആഡ് ചെയ്താൽ മതി. അതാണ് ഓസോണോളിസിന്റെ സിമ്പിൾ ട്രിക്ക് നമ്മൾ ചെയ്യാറുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ മെക്കാനിസം ഒക്കെ വരച്ചുണ്ടാക്കാം. ഞാൻ കഷ്ടപ്പെട്ട് എഴുതേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? മെക്കാനിസം ഇവിടെ ഇങ്ങനെ ഓസോണൈഡ് ഫോം ചെയ്യിക്കും. ഇവിടെ എന്ത് ചെയ്യും? അതുപോലെ ബ്രേക്ക് ചെയ്യിക്കും. അപ്പോൾ CH3 CHO CH3 CHO എന്ന് കിട്ടും. അസറ്റാൽഡിഹൈഡ് 2 മോള് കിട്ടും. The total number of oxygen atom present per molecule. ഒരു മോളിക്യൂളിൽ ഒരു ഓക്സിജനേ ഉള്ളൂ. So it is 1, അല്ലേ? For 1 molecule it is 1 itself. അപ്പോൾ ഇത് 1 പറ്റുള്ളൂ, 1. Okay. Now for a reaction taking place in 3 steps at the same temperature, overall rate constant K is equal to K1 into K2 by K3. If EA1, EA2 and EA3 are 40, 50 and 60 kilojoule per mole respectively, the overall EA കണ്ടുപിടിക്കാൻ, ആക്ടിവേഷൻ എനർജി ഓവറോൾ കണ്ടുപിടിക്കാൻ. നോക്കിയേ, K is equal to K1 into K2 by K3. What is actually rate constant according to Arrhenius equation? അത് A into E raised to minus EA by RT ആണ്, അല്ലേ? is equal to, ഇവിടെ അതുപോലെ ചെയ്യുകയാണെങ്കിൽ A1 into E raised to minus EA1 by RT, സെയിം ടെമ്പറേച്ചർ അല്ലേ? സെയിം ടെമ്പറേച്ചർ into A2 into E raised to minus EA2 by RT divided by A3 into E raised to minus EA3 by RT. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾ A1 into A2 by A3 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ഇക്വേറ്റ് N ഇക്വേറ്റ് ചെയ്യാം. ബാക്കി എക്സ്പോണൻഷ്യൽ ടൈം എന്താ വരിക? ഇൻറ്റു E raised to RT കോമൺ അല്ലേ? അതിൽ RT കോമൺ ആണ്. ബാക്കി എന്താ വരിക? E raised to X into E raised to X plus Y അല്ലേ? അപ്പോൾ മൈനസ് പാർട്ട് നമ്മൾ കോമൺ ആക്കുകയാണെങ്കിൽ EA1 പ്ലസ് EA2 അല്ലേ മൈനസ് EA3 എന്ന് വരും ബൈ RT അല്ലേ വരിക. അപ്പോൾ EA1 പ്ലസ് EA2 മൈനസ് EA3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫൈനൽ EA എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് EA1 പ്ലസ് EA2 മൈനസ് EA3. 40 plus 50 minus 60. അപ്പോൾ 90 minus 60 it is 30 kilojoule per mole അല്ലേ? 30 ആണ് ആൻസർ. 30 kilojoule per mole ആണ് ആൻസർ വരിക. ക്ലിയർ ആണോ? ഇനി ഇത്രയാണ് നമ്മുടെ സെഷനിൽ നമുക്ക് 29th മോർണിംഗ് ഷിഫ്റ്റ് ഓവറാൾ എന്താണ് എളുപ്പം തന്നെയെന്ന് പറയാമല്ലോ നമുക്ക്, അല്ലേ? നമ്മൾ പഠിച്ച ഒരു ബേസിസ് നോക്കുകയാണെങ്കിൽ അത്ര വലിയ ഡിഫിക്കൽട്ട് ലെവലൊന്നും വന്നിട്ടില്ല, ശരി പറ്റുന്നത് തന്നെ ഉള്ളായിരുന്നു. ഓക്കെ, ദെൻ അടുത്തതിൽ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, ദെൻ ഓൾ ദി ബെസ്റ്റ്, ബൈ.